ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും തമ്മിൽ സുന്നികളെ മുശ്രിക്കാക്കുന്ന വിഷയത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്നല്ല. മുജാഹിദിന്റെ ശിർക്കാരോപണത്തെക്കാൾ കുറച്ചും കൂടി കൂടുതലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ശിർക്കാരോപണം. നമുക്ക് തോന്നും കുറച്ച് ഓല് ലഘുവാണ്. അത് ചിരിച്ചിനോടത്തേ ഉള്ളൂ. ഓല് പറഞ്ഞു കുറച്ച് ചിരിച്ചു പറയും, മറ്റോല് കുറച്ച് ഗൗരവത്തിലാണ് പറയാം. അത്ര വിഷയത്തിൽ നോക്കുമ്പോൾ ശിർക്കാരോപണം കട്ടി കൂടിയത് ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം അവരുടെ വാദമനുസരിച്ച് അവരുടെ ശിർക്കാരോപണം മുഴുവനും കൂടി മുജാഹിദിനെ അംഗീകരിക്കണില്ല. ഇപ്പൊ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം വാരികയും ഉമർ മൗലവിയുടെ സിൽസബിയിലും കൂടി ഖണ്ഡനമായി ഒരുപാട് പ്രാവശ്യം എഴുതി. എന്തെന്നൊരു വിഷയം, ഒന്ന്, മുജാഹിദ് ശിർക്കാരോപിക്കുന്ന അതേ ശിർക്കാരോപണം ഇവർ നടത്തുന്നതിന് പുറത്ത് വേറെ രണ്ട് നിലക്ക് കൂടി ശിർക്കാരോപണം നടത്തുന്നു. അതാണ് ഉമർ മൗലവി ത്രിയേകത്വം എന്ന് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ തൗഹീദിനെ കുറിച്ച് ത്രിയേകത്വം എന്ന് പറഞ്ഞു. അടിമവേല അനുസരണം, അടിമവേലയും അള്ളാഹു അല്ലാത്തവർക്ക് അനുസരിക്കലും, ഇത് രണ്ടും ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല നിർവഹിക്കലും അള്ളാഹു അല്ലാത്തവർ അനുസരിക്കലും ശിർക്കാണ്. ഇത് രണ്ടും കൂടി ശിർക്കായി എണ്ണുന്നു ആര്? ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ ഉമർ മൗലവി ചോദിച്ചു, അള്ളാഹു അല്ലാത്തവരെ അടിമവേല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ അടിമത്വത്തെക്കുറിച്ച് ഖുർആനും സുന്നത്തും ധാരാളം പറഞ്ഞതും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കൽ ഒരു വലിയ പുണ്യമായ സുന്നത്തായി ഇസ്ലാം എണ്ണിയതുമാണ്. സുന്നത്തായിട്ട് എണ്ണിക്കുന്നത്. അടിമത്വം എന്ന പരിപാടി ശിർക്കാണെന്ന് ഇസ്ലാം പറയുന്നില്ല. ഏറ്റവും അപകടകരമായത് വഴിപ്പെടൽ, അനുസരണം. അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, റസൂലിന് വഴിപ്പെടാൻ പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് വഴിപ്പെടാ, റസൂലിന് വഴിപ്പെടാ. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരാളാണ് റസൂല്, റസൂലിനും കൂടെ വഴിപ്പെട്ട അപ്പൊ ശിർക്കായല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രകാരം ഖുർആനിൽ തന്നെ ശിർക്കുകൊണ്ട് ഏതുണ്ട്? കൽപ്പന ഉണ്ട്. പിന്നെ ഉലുൽ അംരി മിൻകും, ഉലുൽ അംറും വഴിപ്പെടണം എന്ന് പറയുന്നു. തന്നെയല്ല, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവന്നുവോ അതൊക്കെ നിങ്ങൾ എടുക്കണം, എന്ത് വിരോധിച്ചോ അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കും വേണം. അത് റസൂലുള്ളാഹിനെ പൂർണ്ണമായി അനുസരിക്കല. അങ്ങനെ ഖുർആനിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇതുകൊണ്ടെല്ലാം നിങ്ങൾ പറയുന്ന ഈ വാദം ശരിയല്ല. ആണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ശിർക്കിന് പ്രചോദനം കൊടുക്കുകയാണെന്ന് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവസാനം കുടുങ്ങിയപ്പോൾ പ്രബോധനത്തിൽ അവർ എഴുതിയത്, നിരുപാധികമായ അനുസരണം അള്ളാഹിക്ക് മാത്രമേ പറ്റുള്ളൂ, അള്ളാഹു അല്ലാത്ത ആർക്കും അനുസരിക്കുന്നത് അതൊരു ഉപാധിയോടുള്ള അനുസരണമാണ്. അതുകൊണ്ട് നിരുപാധികം അനുസരണം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നടത്തിയാൽ ശിർക്കായി പോകുന്നതാണ്. അപ്പോൾ ഉമർ മൗലവി വീണ്ടും ചോദിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു എന്നതിൽ ഒരു ഉപാധിയില്ലാതെയുള്ള അല്ലാഹു തആല പറഞ്ഞു. റസൂലുള്ളാഹി എന്ത് കൽപ്പിച്ചു അത് അപ്പടി എടുക്കണമെന്നും എന്ത് വിരോധിച്ചു അപ്പടി ഉപേക്ഷിക്കണമെന്നാണ്. അപ്പോൾ നിരുപാധികമായ അനുസരണം ആണല്ലോ ഖുർആനിൽ പറഞ്ഞ്, അപ്പോൾ ശിർക്കാണെന്ന് വരില്ലേ എന്ന ചോദ്യത്തിന് വീണ്ടും അവർ കൊടുത്ത മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വഴിപ്പെടാനല്ലാതെ ഒരു റസൂലിനെ നമ്മൾ അയച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് റസൂൽ കൊണ്ടുവന്ന ഏത് കാര്യവും നമ്മൾ അനുസരിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ അനുമതിയും കൂടി ഉള്ളതാണോ നോക്കിയിട്ടേ അനുസരിക്കാവൂ എന്നാണ് അവസാനം പറഞ്ഞത്. അപ്പം ഉമർ മൗലവി ചോദിച്ചു, എന്നാ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു കൽപ്പന നടത്തിയാൽ ഉടനെ അള്ളാഹ്ക്ക് ഫോണിൽ വിളിക്കാം, ഇതാ നിന്റെ മുഹമ്മദ് നബി ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നു, ഹലോ മുഹമ്മദ് നബി ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽ വിഷയത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ അവസാനം അതിൽ കുടുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, അപ്പറഞ്ഞതിന്റെ അർത്ഥം ഖുർആനിന് ഹദീസിന് വിരുദ്ധമായി ഖുർആനിൽ വല്ലതും കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കണ്ട. അപ്പൊ ഖുർആനിന് എതിരായി ഹദീസ് കണ്ടാൽ ഹദീസ് സ്വീകരിക്കുന്ന പക്ഷം ശിർക്കായിപ്പോയി. കാരണം നിരുപാധികമായ അനുസരണം അള്ളാഹു അല്ലാത്തൊരാൾക്ക് നടത്തിപ്പോയി. അള്ളാഹ് വിലക്കിയ കാര്യം നബി ചിലപ്പോ അനുവദിച്ചു കാണും, എന്നത് ശരിക്കാണ്. എത്ര വലിയ വങ്കത്തരമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിൽ ചിലപ്പോൾ ഖുർആനിലുള്ളതിന്റെ നിസ്ഖ് ഉണ്ടാവും. അത് എതിര് പറഞ്ഞല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് വേറെയും പറയാ, അള്ളാഹ് പറഞ്ഞാൽ റസൂലുള്ള വേറെയും പറയാ, അതുണ്ടാവില്ലല്ലോ.
പിന്നെ എങ്ങനെയാണ് എതിര് കാണുന്നത്? കണ്ട സ്ഥലങ്ങളിലൊക്കെ ഖുർആനിൽ പറഞ്ഞതിന്റെ നാസിഖാണ് ഹദീസിലുള്ളത്. ഉദാഹരണം പറയാം, ഖുർആനിൽ മരിക്കാൻ കിടക്കുന്ന ആള് മരണത്തോടടുക്കുമ്പോൾ വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് ഖുർആൻ പറയുന്നു. വസിയ്യത്ത് ഇന്നാളുകൾക്ക് അത്രൻ്റെ മുതൽ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് ഖുർആന്റെ തീരുമാനമാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് അത് ഖുർആനിൽ പറഞ്ഞ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ വിധിയാണ്. പിന്നെ അന്ന് അനന്തരാവകാശ നിയമം വന്നിട്ടുണ്ടായിരുന്നില്ല. അനന്തരാവകാശ നിയമം വന്നപ്പോൾ ആ വിധി ദുർബലമായിരിക്കുന്നു. വസിയ്യത്ത് ചെയ്യൽ നിർബന്ധം എന്ന വിധി ദുർബലമായിരിക്കുന്നു. അതിന് തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വസിയ്യത ലി വാരിസി എന്ന്. അനന്തരാവകാശിക്ക് പിന്നെ വസിയ്യത്തിന് പ്രശ്നമില്ല. അപ്പൊ അബ്ബല് പറഞ്ഞനുസരിച്ച് ഖുർആനെതിരിൽ റസൂലുള്ള പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഇമാം ഷാഫി അടക്കമുള്ള സർവ്വ ഹദീസ് പണ്ഡിതന്മാരും റസൂലുള്ളാഹിന്റെ ഈ വാക്കുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞ വസിയ്യത്തിന്റെ ആയത്ത് മൻസൂഖാണ്, ദുർബലമാണെന്ന് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തില് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ വാദം വളരെ അറിവ് കുറവിൽ നിന്ന് വിഡ്ഢിത്വത്തിൽ നിന്ന് ഉടലെടുത്താണ്. അപ്പൊ ചുരുക്കത്തില് വഹാബികളൊക്കെയാണ് കുറച്ചും കൂടി കൂടുകയാണ് ശിർക്ക് ആരോപണത്തിൽ ചെയ്യുന്നത്. എന്തിനാണ് അവർ ആ പണിയൊക്കെ എടുത്തത്? അവര് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ ചോദ്യം വരുന്ന പോലെ ചിന്തിച്ചില്ല. അവർ മദ്ഹബ് സ്വീകരിക്കുന്നത് ശിർക്കാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് പോലെ ഈ ആശയം ഒരു കൊണ്ടുവന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് അനുസരിക്കലാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അനുസരിക്കൽ. അപ്പൊ ഷാഫിയായി, അനഫിയായി, അമ്പലിയായി എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അനുസരിക്കാവുന്ന അത് പറയാനാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടത്. പക്ഷെ പറഞ്ഞുകൊണ്ടെന്ന് അബദ്ധമായി പോയി. അപ്പൊ റസൂലുള്ളാഹിക്കും അനുസരിക്കാൻ പാടില്ല എന്ന് വരുമല്ലോ. അങ്ങനെ അയിമലാണല്ലോ ഏടാകോടെല്ലാം കൂടി വന്നത്. ഉമർ മൗലവിയും ചോദ്യം മുഴുവൻ അയിമലാക്കി, മദ്ഹബിന്റെ കാര്യത്തിലല്ല. ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞത് മദ്ഹബിന്റെ അനുയായികളായ നമ്മളെ മുശ്രിക്കാക്കാൻ വേണ്ടിയാ. അപ്പൊ ചുരുക്കത്തില് വഹാബികളൊക്കെയാണ് കുറച്ചും കൂടി കട്ടിയാണ് ശിർക്കാരോപണത്തിൽ ജമാഅത്ത് ഇസ്ലാമി, ഒരിക്കലും ഇളവല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമല്ല, അത് കൃത്യമായി വഹാബി ആശയം തന്നെ. കാരണം തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാവ് അടക്കം പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഇത്തിഖാദാണ് ശരിയായ ഇത്തിഖാദ് എന്നാണ്. ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ്. അപ്പൊ ആ അഭിപ്രായത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാർ. എന്നല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ അഭിപ്രായവും അവർക്കില്ല. മോദിഷ തരീഖത്ത് എന്ന തൗഹീദായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. തരീഖത്തിലൊരു ബാത്തിലായ തരീഖത്താണ്. തരീഖത്തൊരു ഹക്കായ തരീഖത്തുണ്ട്, ബാത്തിലായ തരീഖത്തുണ്ട്. അതൊരു ബാത്തിലായ തരീഖത്തിന്റെ അതിലേരാണ് മോദിഷ തരീഖത്തുകാർ. എന്നല്ല തൗഹീദ് ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്നില്ല എന്നും പറഞ്ഞുകൂടാ. അവരുടെ ഒരു പുസ്തകത്തിലുള്ളത് അവരുടെ വിശ്വാസത്തിലുണ്ടെങ്കിൽ, അവരുടെ പുസ്തകത്തിൽ അസ്റാറുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയത് ഈ നൂരിഷ തന്നെയാണ്. പക്ഷേ നൂരിഷ വിവരമുള്ള ആളൊന്നുമല്ല, അയാൾ വിവരം കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ അറിവ് കുറവുകൊണ്ട് അയാൾ എഴുതിയതാണെന്ന് വെച്ച് നമ്മളയാളെ ഇസ്ലാമത് പുറത്താണെന്ന് നമ്മൾ പറയണില്ല. അറിഞ്ഞുകൊണ്ട് പറയുന്ന പക്ഷം ആ വാദം പഞ്ചകുഫ്രിയത്തിന്റെ വാദമാണ്. അയാളുടെ പുസ്തകത്തിലുള്ള എന്താ അസ്റാറുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബുക്കിന്റെ പേര്. ആ പേര് പോലെ തന്നെ സിറായിട്ടേ കൊടുക്കുള്ളൂ. കാരണം എല്ലാവർക്കും ആ ബുക്ക് കിട്ടൂല. പിന്നെ എങ്ങനെ എനിക്ക് കിട്ടി വെച്ചു നിങ്ങൾ? എനിക്ക് കിട്ടിയത് ഒരു തട്ടിപ്പുകൊണ്ട് കിട്ടിയതാ. എങ്ങനെയാണ് തട്ടിപ്പടുത്തിയത്? ഒരു നൂരിഷന്റെ പിന്നെ എന്താണ് ഖലീഫമാർക്ക് മാത്രമേ ഈ പുസ്തകം കൊടുക്കുള്ളൂ. ആ ഖലീഫ ഞാനുമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി വട്ടേക്കാട് വന്നു. അത് വരാനൊരു കാരണം ഉണ്ടായി. അന്ന് പുത്തമ്പള്ളി അടുത്ത് വടക്കൂട്ട് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മുദരിസായി തന്നല മുസ്തഫ ബാക്കവി കാമിൽ സക്കാഫിയും കൂടിയാണ്. അദ്ദേഹം മുദരിസായി നിന്നിരുന്നു. ആ സമയത്ത് അവിടുത്തെ ഈ നൂരിഷന്റെ ആളുകൾ ഇയാളോട് പറഞ്ഞു, ഞങ്ങളെ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങളെ പണ്ഡിതന്മാരെ ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, വലിയ നീണ്ട സംഭവമാണ് ചുരുക്കി പറയാം, അതിൻ്റെ വെളിച്ചത്തിലാണ് ഇയാളെയും കൂട്ടിയിട്ട് ഈ എന്താണ് അബ്ദുൽ ഖാദിർ നൂരി എന്ന് എൻ്റെ പേരിന് അയാളും പേര്, അയാൾ നൂരി മാത്രം, ഞാൻ നൂരിയല്ല, അബ്ദുൽ ഖാദിർ നൂരി എന്ന് പറഞ്ഞ അയാളെയും കൂട്ടിയിട്ട് എൻ്റെ ദർസിൽ വന്നു പട്ടേക്കാട്. അപ്പോൾ 4 മണിക്ക് തുടങ്ങിയ ചർച്ച രാത്രി 11 മണി വരെ ചർച്ച നടത്തി. അപ്പോൾ ഈ ചർച്ചക്കിടയിൽ ഈ പുസ്തകമൊക്കെ കയ്യിൽ വന്നു. ആ പുസ്തകം വന്നപ്പോൾ ഇയാളെ ഈ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു.
ചില ആവശ്യത്തിന് നമ്മൾ ചെയ്യേണ്ടി വരും. അസ്റാറുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകം കൂട്ടത്തിലുണ്ട്. നമ്മൾ ചർച്ചക്കടിയിൽ ആ പുസ്തകം പെട്ടെന്ന് ഫോട്ടോ കോപ്പി തരാൻ പറഞ്ഞ കുട്ടികളോട്. അങ്ങനെ ആ പുസ്തകം ഫോട്ടോ കോപ്പി എടുത്തതിൻ്റെ ഫുള്ള് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പോലെ പുതിയ അച്ചടിയിൽ നമ്മൾ വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 40-41 പേജുകളിൽ പറയുന്നത് വഹാബികളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. തവസ്സുല്, ഇസ്തിഗാസ തുടങ്ങിയ കാര്യങ്ങൾ ശിർക്കാണെന്ന് വഹാബികൾ വാദിക്കുന്നു. അത് ശരിയല്ല. അത് ഏതുപോലെയാണ്? കട്ടവൻ്റെ കൈമുറിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്നാൽ കട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ നിയമമല്ല. എന്നതുപോലെ ശിർക്കല്ലാത്തൊരു കാര്യത്തിനെ ശിർക്കാണെന്ന് ആരോപിക്കുന്നത് തെറ്റാണ്. കൊലപാതകം നടത്താൻ മാത്രമുള്ള കുറ്റമൊന്നുമല്ല മോഷണം, കളവെടുത്തവൻ്റെ കൈ മുറിക്കണം. എന്നാൽ കൊല്ലണം എന്നൊരാൾ പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാ. എന്നതുപോലെ തവസ്സുലും ഇസ്തിഗാസയും നടത്തിയവനെ മുശ്രിക്കാക്കുന്നത് കള്ളനെ കൊല്ലണം എന്ന് നിയമം പറയും പോലെയാണ്. എന്നാൽ പിന്നെ എന്താ വേണ്ടത്? അത് ശിർക്കാണെന്ന് പറഞ്ഞുകൂടാ, ശിർക്കിനോട് മുസാബഹത്തുള്ളത് കൊണ്ട് ഹറാമാണെന്നേ പറഞ്ഞുകൂടൂ. ഇതാണ് അസ്റാറുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിന്റെ 40-41 പേജുകളിൽ പറയുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ കോപ്പി നിർത്തി കളഞ്ഞു. ആ ഭാഗം, ആ 2 പേജുമാണ് കളഞ്ഞിട്ട് മറ്റേ ഇത് കൂട്ടിക്കുക, അതിൻ്റെ മറ്റേ ഭാഗമായിട്ട്. പക്ഷേ ഗുരുതരമായ മറ്റൊരു ഭാഗമൊന്നും ചെയ്തിട്ടില്ല. അതേതാ ഭാഗം? 71-72 പേജുകളിലെ ഉള്ള ആ കാര്യങ്ങൾ അതേപോലെ എപ്പോഴും നിലനിൽക്കുന്നു. അതെന്താ? അതാ ഞാൻ പറഞ്ഞ ഏറ്റവും ഗുരുതരമായത് അതാണ്, ഇതൊന്നല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണ്, ലയിച്ച് കിടക്കുകയാണ്, സർവവ്യാപിയാണ്. അതിന് ഉദാഹരണം പറഞ്ഞ എന്താ? മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവ് എങ്ങനെ കിടക്കുന്നു? അതിൽ വ്യാപിച്ച് കിടക്കുന്നു. അപ്പൊ കയ്യിലും ആത്മാവുണ്ട്, കണ്ണിലുണ്ട്, മൂക്കിലുണ്ട്, ശരീരത്തിന് എല്ലാ ഭാഗത്തുണ്ട്. പക്ഷേ ശരീരത്തിന് എല്ലാ ഭാഗത്തുണ്ടെങ്കിലും എല്ലാ ഭാഗമായിട്ടുള്ള ബന്ധം ഒരുപോലെയല്ല, ബന്ധത്തിൽ വ്യത്യാസമുണ്ട്. ഹാർട്ടുമായി ആത്മാവിലുള്ള ബന്ധം, റൂഹിന്റെ ബന്ധം വലിയ ബന്ധമാണ്. അതേ സ്ഥാനത്ത് കണ്ണ്, കൈ, മൂക്ക്, നാക്ക് പോലത്തെയുള്ള ബന്ധം അത്ര വലിയ ബന്ധമൊന്നുമല്ല. അപ്പോൾ ഒരാൾ നാവ് മുറിച്ചു, അതുകൊണ്ട് ആൾ മരിക്കൂല. കൈ മുറിച്ചു, ആൾ മരിക്കൂല. മൂക്ക് ചെത്തി, അതുകൊണ്ട് ആൾ മരിക്കൂല. അതേ സ്ഥാനത്ത് ആർട്ട് മുറിച്ചാലോ മരിക്കും. അപ്പൊ ആർട്ടായിട്ടുള്ള ബന്ധം കുറച്ച് കൂടുതൽ ബന്ധമാണ്. എന്നതുപോലെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒട്ടാകെ വ്യാപിച്ച് കിടക്കുകയാണെങ്കിലും അർശുമായുള്ള ബന്ധം വലിയ ബന്ധമാണ്. ഇത് ഇയാൾ അറിഞ്ഞു പറഞ്ഞാണെങ്കിൽ അതാണ് പണ്ട് ഈക്കെ പറഞ്ഞത്, ഈ വാദം ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതവാദമാണ്. അവതാരവാദം, അദ്വൈതവാദം എന്നൊക്കെ പറയുന്ന വാദം ഇത് പച്ച കുഫ്രിയത്തിന്റെ വാദമാണ്. പക്ഷേ അയാൾ ജാഹിലായതുകൊണ്ട്, വിവരമില്ലാത്ത ആളായതുകൊണ്ട്, അയാൾ ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ പറഞ്ഞതുകൊണ്ട് അയാളെ മുശ്രിക്കും കാഫിറും നമ്മൾ പറയുന്നില്ല. നമ്മൾ കഴിയുന്നിടത്തോളം ഒരാളെ മുശ്രിക്കും കാഫിറുമാക്കണമെന്ന് ഒഴിഞ്ഞിക്കണം വിട്ട. കാരണം ഇസ്ലാമിന്റെ നിയമതായും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ പറഞ്ഞു, ഒരാളെ ശിർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മുർത്തദ്ദാണെന്നുകൊണ്ടോ വിധി പറയുന്നതിൽ പരമാവധി സൂക്ഷ്മത പുലർത്തണം. എന്ത് വിഷയത്തെക്കുറിച്ചാണ് ആ മുശ്രിക്കായി കാഫിറായി എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ആ വാദം അറിഞ്ഞുകൊണ്ടൊരാൾ പറഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമായ ഭാഗമാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് അപേക്ഷിച്ചാൽ വിശ്വസിക്കാൻ പാടില്ലാത്ത ഭാഗമാണ്. അത് ബിദ്അത്തുകാരുടെ അതേ ഹുക്കുമാണ്. ത്വരീഖത്തിൽ പയച്ചാലും മുബ്തദി തന്നെ. അപ്പം മുബ്തദീനെ തുറന്ന് നിസ്കരിക്കുന്ന ഹുക്കുമാണ് ഇവിടെ ഉള്ളത്. അവിടെ തുറന്ന് നിസ്കരിക്കുന്ന നേരത്തുള്ളത് മുഖ്തദാബിഹായ തുടരപ്പെടുന്ന ആളുകൾ, മൂല്യന്മാർ, തങ്ങന്മാർ, നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, അവരൊക്കെ ചെയ്ത ജനങ്ങൾ മാതൃകയായി കാണും. അങ്ങനത്തെ ആളുകൾ തുറന്ന് നിസ്കരിക്കുന്നത് ഹറാമും സാധാരണക്കാർ തുറന്ന് നിസ്കരിക്കുന്നത് കറാഹത്തുമാണ്. നിസ്കാരം സഹിയാകാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിസ്കാരം സഹിയാകാനുള്ള കാര്യം ചെയ്യണില്ലെങ്കിലോ തുടർച്ചയും ചെയ്യല്ല. ചെയ്യപ്പെട്ടതാണ്. നമ്മളെ നാട്ടിൽ വഹാബികളുടെ വാദം അനുസരിച്ച് നിയ്യത്ത് വേണ്ടെന്നാണ്. അപ്പൊ കടന്നൊരു അല്ലാഹു അക്ബർ പറയാം, ഒരു നിയ്യത്തില്ലാണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. തക്ബീർ തുറാൻ മാത്രമേ ഉള്ളൂ, നിയ്യത്തില്ല തന്നെ എന്ന് നമുക്ക് ഉറപ്പായാൽ അവിടെ തുറന്നിട്ടില്ല. തുറന്നിക്കാൻ നമുക്ക് സഹിയുമല്ല. അതേ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ ഷർത്തും ഫർളും ഒക്കെ അവരെടുക്കുന്നുണ്ട്. മുബ്തദിയായി എന്നൊരൊറ്റ കാരണേ ഉള്ളൂ. എന്നാൽ തുടർച്ച കറാഹത്താണ്. ആ സമയത്ത് ഒറ്റക്ക് നിക്കരിക്കലാണ് തുറന്നതിനേക്കാൾ അഫ്ളല്. ഇതാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറഞ്ഞത്. അത് ശരി തന്നെയാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തേ ഉള്ളൂ. മനസ്സിൽ കരുതണം. ഞാൻ പറഞ്ഞ മനസ്സിൽ കരുതലും ഇല്ലാതെ, ഒരു കരുത്തും ഇല്ലാതെ അല്ലാഹു അക്ബർ പറയാം, അതുപോലെ നിയ്യത്ത് മനസ്സിൽ വേണം. മനസ്സിലുള്ളത് നാവ് കൊണ്ടും കൂടി പറയൽ സുന്നത്തേ ഉള്ളൂ. നാവ് കൊണ്ട് പറഞ്ഞില്ല എന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ സഹായം തേടുന്നത് ആത്മാവിനോടാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് ഒരാളുടെ ബോഡി ചെയ്ത അല്ല 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 നിങ്ങൾ ചോദിച്ചത് നന്നായി. നമ്മൾ സിയാറത്ത് ചെയ്യാൻ റൂഹിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയൂല. റൂഹ് ഇല്ലിയിലാണ്, മഹാന്മാരുടെ റൂഹൊക്കെ ഇല്ലിയിലാണുള്ളത്. അതേ സ്ഥാനത്ത് അവരുടെ അർവാഹിന് അവരുടെ അജ്സാദുമായി ബന്ധമുണ്ട്. റൂഹിന് എപ്പോഴും, അത് അവരുടെ മാത്രമല്ല എല്ലാ റൂഹിനും അതിൻ്റെ ജസദുമായി ബന്ധമുണ്ട്. അപ്പം റൂഹിൻ്റെ അരികിൽ പോകാനും റൂഹിനെ സമീപിക്കാനും നമുക്ക് കഴിയാത്തത് കൊണ്ട് നമുക്ക് റൂഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ബോഡിയുള്ള സ്ഥലം സമീപിക്കുക. ഈ നിലക്കാണ് ഈ മറവ് ചെയ്ത സ്ഥലം സന്ദർശിക്കുക എന്ന് പറയുന്നതിൻ്റെ തത്വം. എന്നല്ല റൂഹ് നേരെ അവിടെ അങ്ങനെ വന്നിരിക്കാതുകൊണ്ടല്ല, റൂഹും ഈ ബോഡിയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരാളെ പല കഷ്ണങ്ങളാക്കി മാറ്റിയാൽ എല്ലാ സ്ഥലത്തും സിയാറത്ത് ചെയ്താലും സുന്നത്തിട്ടെന്ന് പറയുന്നത്. പുതിയങ്ങാടി മാതിരി ഒരാളൊരുപാട് കഷ്ണങ്ങളാക്കി എന്നാൽ ഓരോ ജുസുവായിട്ടും ഈ റൂഹിന് ബന്ധമുണ്ടെന്നാണ്. അപ്പം ഏത് ജുസുവിൻ്റെ അരികിൽ ചെന്നാലും ആ സിയാറത്തിന് സുന്നത്തോടെ കിട്ടും. അതുകൊണ്ടല്ലേ ചില മഹാന്മാരെ 7 ഖണ്ഡങ്ങളൊക്കെ ആക്കി തലൊരു സ്ഥലത്ത് കാലൊരു സ്ഥലത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ചിഹ്നിച്ചതിൽ കിടക്കുന്നുണ്ടല്ലോ. അവിടെ എല്ലാ സ്ഥലത്തും സിയാറത്ത് ചെയ്താലും സിയാറത്തിന് പുണ്യം കിട്ടുന്നു. ആ വിശ്വാസത്തോടൊപ്പം അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മഹാന്മാർ സഹായിക്കും എന്ന വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഏറ്റവും ഹൈറി. അപ്പൊ ആ ഹൈറിന് മുൻപിക്കുന്നതാണല്ലോ നല്ലത്. അപ്പൊ ഈ വിശ്വാസത്തോടൊപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനാണ് എന്ന ആശയം പ്രചരിപ്പിക്കലാണല്ലോ ഇത് അംഗീകരിക്കുന്നതോടൊപ്പം ഏറ്റവും നല്ലത്. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ എല്ലാ വിഷയത്തിലും അള്ളാഹുവാണ് വിശപ്പടക്കുന്നവൻ. ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു തവസ്സലിന് മാത്രം കാര്യമല്ല. അല്ല ഞാൻ പറഞ്ഞുതരാ അതെന്നെ പറയുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു സബബാണ്, ഇതൊരു കാരണമാണ്. അപ്പം നമ്മളെക്കുള്ള അപേക്ഷിച്ചാൽ അസുബാബുമായി ബന്ധപ്പെടുന്നവരെക്കുള്ള അപേക്ഷിച്ചാൽ ഏറ്റവും നല്ലത് അസുബാബായിട്ട് ബന്ധപ്പെടലാണ്. അസുബാബായിട്ട് ബന്ധപ്പെടാത്തവരെക്കുള്ള അപേക്ഷിച്ചാൽ അവർ അള്ളാഹിനോട് മാത്രം പറയലാണ്. ഉദാഹരണം പറയാം, അമ്പിയാക്കന്മാരുടെ മർത്തബ, അവരും അള്ളയുമായി അങ്ങേയറ്റം അടുപ്പുള്ളവരായതുകൊണ്ട് അവരെ വേവലാദികളൊന്നും ഒരു മഹ്ലൂക്കിനോടും പറയരുത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ പെട്ടു. ജയിലിൽ പെട്ടപ്പോൾ ജയിലിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി ജയിലിൽ നിന്ന് പുറത്തു പോണ വേറൊരാളോട് പറഞ്ഞു, ഉദുക്കുറിനി ഇന്ത റബ്ബിക്ക, യജമാൻ്റെ അടുത്തിൻ്റെ കാര്യം ചെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞു. ആ പറഞ്ഞ കാരണം കൊണ്ട് അള്ളാഹു തആല പിന്നെ ആ ജയിലിൽ നിർത്തി. എൻ്റെ കാരണം മൂപ്പര് സിദ്ദീഖീങ്ങളെ പെട്ട ആളാണ്. മൂപ്പർക്ക് വിഷമം ഉണ്ടാകുമ്പോൾ വേറെ ആളോട് പറയാൻ പറഞ്ഞു, അള്ളാഹിനോട് മാത്രം പറയേണ്ടതാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം, സിദ്ദീഖ് റളിയല്ലാഹുവിന് ചെങ്കണ്ണുണ്ടായി. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ചെങ്കണ്ണേറ്റ് കുറച്ച് ദിവസം തന്നെ നടക്കണം, നിങ്ങൾ ഒന്ന് ഒരു ഡോക്ടറെ കാണിക്കി. ആ പിറ്റേന്ന് കണ്ടു, ആയിക്കോട്ടെ കാണിക്കാന്ന് പറഞ്ഞു. പിറ്റേന്ന് കണ്ടു, നിങ്ങൾ ഡോക്ടറെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. എന്നിട്ട് ഡോക്ടറിൻ്റെ പറഞ്ഞു, ഇന്നി ഫഅലുല്ലിമാ യുരീദ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ മരുന്നതാ, ഇന്നി ഫഅലുല്ലിമാ യുരീദ്. അപ്പം ഏതാ മൂപ്പരെ ഉദ്ദേശിക്കുന്ന ഡോക്ടർ? രോഗം തന്ന അള്ളല്ലേ, ആ രോഗം മാറ്റുന്നവനും അള്ള തന്നെ. അപ്പോൾ വേറൊരു ഡോക്ടറോട് പറഞ്ഞ പ്രശ്നമില്ല. ഇതാണ് അസുബാബുമായുള്ള ബന്ധത്തെ വിച്ഛേദിച്ച കൂട്ടര്. ആ കൂട്ടർക്ക് തവസ്സുലും ഇസ്തിഗാസയും മാത്രമല്ല എല്ലാ വിഷയത്തിലും ഒരു വസീലിനെ വിടും. അപ്പം അതിൽപ്പെട്ടാണ് ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കാണുക. അള്ള പറഞ്ഞില്ലേ, ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഇത് വിശ്വാസം ഇല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്? ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലുള്ള ഏത് വസ്തുവിന് റിസ്ക് അള്ള ഏറ്റതാ. അപ്പം ഇത് വിശ്വസിക്കണം മനുഷ്യൻ, പിന്നെ റിസ്ക്കിനെ തേടി പോരാൻ പാടണ്ട. അപ്പം എന്താ പറയുന്ന അർത്ഥം? അള്ളാഹുവിൽ മാത്രം മുറിഞ്ഞു വീണ് മറ്റുള്ള അസുബാബുകളെ തൊട്ടൊക്കെ പാടേ ബന്ധവിച്ഛേദനം നടത്തിയ ആളുകളൊക്കെ ഉള്ള അപേക്ഷിച്ചാൽ അവർക്ക് തവസ്സുലും ഇസ്തിഗാസയും എന്നല്ല, രോഗമുണ്ടായാൽ ഡോക്ടറെ സമീപിക്കലും അതുപോലത്തെ ഏതെല്ലാം കാരണങ്ങളുണ്ടോ കാരണങ്ങളുമായി ബന്ധപ്പെടാതെ ആ കാരണങ്ങൾ ഉണ്ടാക്കിയ റബ്ബുമായി ബന്ധപ്പെടലാണ് അവർ ഹക്കിൽ ഏറ്റവും ഔല. സാധാരണക്കാരൊക്കെയുള്ള അപേക്ഷിച്ചാൽ അവർക്ക് ഏറ്റവും ഔല ഏതാണ്? കാരണമായിട്ട് ബന്ധപ്പെടല. കാരണം അല്ല, ഞാൻ ഓല് ഈമാൻ ഗൾഫുള്ളല്ല, ഗൾഫാണ്. ഓല് വിചാരിച്ചു ഈ പടച്ചോപ്പോൾ ഇതൊക്കെ പറഞ്ഞോണ്ട് എന്നെ പറ്റിച്ചല്ലോ. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. റിസ്ക് അള്ള തരും എന്ന് അള്ള ഏറ്റെടുത്ത കാര്യം. എന്നിട്ട് ഇപ്പം ഞാൻ ഒന്നും കിട്ടാതില്ലപ്പോൾ ഇരിക്കണ റിസ്ക് തരുന്നില്ലല്ലോ. അപ്പം അള്ളാഹിനെ പറ്റി കംപ്ലൈൻ്റ് ആവും. ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ മാത്രം വിശാലമല്ല അവൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ അവനെ കൊള്ള പിഴിച്ചാൽ അവൻ അസുബാബുമായി ബന്ധപ്പെടലാണ് അവൻ്റെ ഹക്കിൽ ഔല. അതാണ് രണ്ട് കൂട്ടരിലേക്ക് ചേർത്തി നോക്കിയിട്ട് രണ്ടും ഏറ്റവും നല്ലതാവും. എല്ലാ ഒരു തവസ്സുൽ ഇസ്തിഗാസ വിഷയം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കാരണങ്ങളും വസീലകളാണ്.
ഒരു മരിച്ച ആളോട് ചോദിക്കുന്ന കാര്യം മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കുന്ന കാര്യമായിപ്പെട്ടെ തന്നെ അത് വസീലല്ലേ. നമുക്ക് രോഗം ഉണ്ടായാൽ രോഗം മാറ്റുന്നവനാരാ? അല്ലാഹു. ഡോക്ടറോ? കാരണക്കാരൻ. മമ്പോർത്തങ്ങളോ? അതും കാരണക്കാരൻ. അപ്പം മമ്പോർത്തങ്ങളോട് എന്ന് പറയുന്നതും ഡോക്ടറോട് പറയുന്നു, രണ്ടും കാരണത്തോട് പറയലാണ്. യഥാർത്ഥത്തിൽ ശിവയാക്കി തരുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ മമ്പോർത്തങ്ങളെത്തും പറയാൻ പോണ്ട, ഡോക്ടറെത്തും പറയാൻ പോണ്ട. അതാണ് അവരെ ഹക്കിൽ ഔല. അപ്പൊ അവരെ ഹക്കിൽ അവര് ഔലനെ ഉപേക്ഷിക്കും ചിലപ്പോ, ഞമ്മക്ക് സറാക്കി തരാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ റസൂലുള്ളാഹി നമ്മളെ കൂട്ടത്തിലാവുമ്പോൾ കാരണങ്ങളിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഒരു സമയത്ത് മഹാനായ നബി തങ്ങൾ പറഞ്ഞല്ലോ സഹാബത്തിനോട്, സഹാബത്ത് ഇങ്ങനെ തേബീർ നടത്തുന്നുണ്ട്. തേബീർ എന്ന ഇവിടെ നടത്തുന്ന പണിയാണ്. ഈത്തപ്പന കായ്ക്കാൻ വേണ്ടി എന്തെന്നാ ഇവിടെ ഇനി പറഞ്ഞ്, ആൺകൊലയും പെൺകൊലയും 2 കൊലുണ്ട്, അത് അതിൽ നിന്ന് ഇതിൽ തട്ടിക്കൊടുക്കണം. എന്താ തേബീറിന് എന്തോ ഒരു നമ്മളെ ഹദീസിൽ വന്ന് തേബീർ എന്നാ. അതെ, ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനപ്പോ ഇത് നടത്തുന്നത്? ഇത് നടത്തൂലേയും കാഴ്ചൂലേ ചോദിച്ചു. ഇത് നടത്തൂലേയും കാഴ്ചൂലേ ചോദിച്ചു. അപ്പൊ അവരും മനസ്സിലാക്കി ഇത് നടത്താഞ്ഞാലും കാഴ്ച എന്നാ റസൂലുള്ളാഹി പറഞ്ഞത് അർത്ഥം എന്ന്. ആ ചോദ്യത്തിന്റെ നേരെ ബാഹ്യം മനസ്സിലാക്കിയിട്ട് നബിനെ നടത്തണ്ടെന്ന് വെച്ചു. അങ്ങനെ സമയമായി നോക്കുമ്പോൾ ഒക്കെ ചള്ളായി, ഉണ്ടായില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അന്തും അയലമു ബി ദുന്യാക്കും, നിങ്ങൾക്ക് ദുന്യാവിന്റെ കാര്യം കൊണ്ട് നല്ല വിവരമുള്ളവരാങ്ങൾ, ആഖിറത്തിന്റെ കാര്യത്തിൽ അത്ര വിവരമില്ല. ദൈനവേന എന്നല്ലാണ്ട് ദുന്യാവിന്റെ കാര്യം നിങ്ങൾക്ക് ഇന്നെ കാണാൻ കിട്ടും, എനിക്ക് അത്ര കിട്ടൂല എന്നല്ല. അങ്ങനെ വഹാബി വെച്ചായന ഓനെ പോകുന്ന റസൂലുള്ളാഹിക്ക് എല്ലാ വിവരവും ഇല്ല എന്നുള്ളടത്ത് കഥ ഹദീസ് തെളിവാക്കിയത്. റസൂലുള്ള പറഞ്ഞ വാക്കിന് അർത്ഥമല്ല, ദുന്യാവിന്റെ കാര്യങ്ങൾക്ക് നല്ലോണം കിട്ടും ആഖിറത്തിന്റെ കാര്യത്തെക്കാൾ. അപ്പൊ എന്താ, ദുന്യാവില് പഴം പറിക്കേണ്ട സമയത്ത് പഴണ്ടാണെങ്കിൽ കാലയെ കൂട്ടി ഇത് നടത്തെങ്കിലേ പഴം കിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ അതേപോലെ ആഖിറത്തിൽ കൊയ്തെടുക്കണമെങ്കിൽ ദുന്യാവിൽ ചെയ്യണം, അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പൊ അസ്ബാബുകളെ രണ്ടിടത്തും വേണമെന്നാ പറയുന്ന അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഈ സബബിനെ അംഗീകരിക്കുക ചെയ്തത്. തദ്ബീർ ചെയ്യണം, അല്ലാഹു തആലാക്ക് ഉണ്ടാക്കാം. ഒരു തദ്ബീറും ഇല്ലാത്ത നിലക്കും പഴം ഉണ്ടാക്കാൻ അല്ലാഹുക്ക് കഴിയും. ആദ്യം തന്നെ പഴം ഉണ്ടാക്കിയത് നടാടുണ്ടാക്കിയത് ഇത് നടത്തിയാണ്ടല്ലോ. ആദ്യം അല്ലാഹു തആല ഇത് കഴിപ്പിച്ചില്ലേ, അതേ നിർത്താണ്ട് അല്ലാഹു തആല ആദ്യം ഈത്തപ്പന മുളപ്പിച്ചല്ലോ. അതിപ്പോ ഇങ്ങനത്തെ ഒന്നുമല്ലല്ലോ. അതാണ് എല്ലാ അസുബാബിനെയും ആദ്യം പഠിച്ചത് എങ്ങനെ, ആ പഠിച്ച പോലെ പിന്നെയും പഠിക്കാൻ അല്ലാഹുക്ക് കഴിയും. കഴിയായിട്ടല്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ സംവിധാനിച്ചെന്നതാ. ഈ സംവിധാനിച്ച് എന്നത് പ്രകാരം നമുക്ക് ചെയ്യാം. നമ്മളതിന്റെ അസ്ബാബിന്റെ ആൾക്കാരാണ്. അതേ സ്ഥാനത്ത് അസ്ബാബുകളായിട്ടുള്ള എല്ലാ ബന്ധം നിർത്തിയ കൂട്ടരാണ് സിദ്ദീഖുകൾ, വലിയ മർത്തബക്കാർ. ആ മർത്തബക്കാർ ആ പോസ്റ്റിൽ നിൽക്കുമ്പോൾ അത് ചെയ്യുന്നത് നല്ലതല്ല. അവർക്ക് ഈ പറയപ്പെട്ട വസായിലൊക്കെ ഒഴിവാക്കണം. അതാണ് മുഹദ്ദീൻ ശൈഖിന്റെ ചില കിതാബിന്റെ ചില വരികളൊക്കെ എടുത്തിട്ട് കണ്ട മുഹദ്ദീൻ ശൈഖിന്റെ തവസ്സുലിനെതിരാണ്, മുഹദ്ദീൻ ശൈഖിന്റെ ഇസ്തിഗാസക്കെതിരാണെന്ന് പറയും. യഥാർത്ഥത്തിൽ മുഹദ്ദീൻ ശൈഖ് പറഞ്ഞ അർത്ഥം എന്താ, അവരുടെ ആ മർത്തബയിൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെ തൊട്ടും അവർ വെടിയാണ്. ഒരു തവസ്സുലിന്റെ കാര്യം, ഒരു ഇസ്തിഗാസന്റെ കാര്യമല്ല, സർവ്വകാര്യം. അപ്പോൾ ഒരു വിഷയം ഒരു മഖ്ലൂക്കിനോടും പറയില്ല, എല്ലാം ഖാലിഖിനോട് മാത്രമേ പറയുള്ളൂ. അപ്പൊ ആ മർത്തബക്കാർക്ക് ഏറ്റവും ഔല അതാണ്. സാധാരണക്കാരൊക്കെ അപേക്ഷിച്ചാൽ അവർക്ക് വസീലയുമായി ബന്ധപ്പെടലുമാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ മാത്രമാണല്ലോ ഈ മക്ബറകളിലേക്ക് ആളുകൾ പോയി സഹായം അഭ്യർത്ഥിക്കുന്നത്. ലോകത്ത് എവിടെയും ഈ കേരളക്കാരെ പോലെ മക്ബറകളിലേക്ക് പോയി സഹായം അഭ്യർത്ഥിക്കുന്നത് കാണുന്നില്ല. അതേപോലെ തന്നെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ സുന്നി മുജാഹിദ് എന്ന ഇസ്ലാമിന്റെ ഒരു ആശയത്തിന് പേര് മാത്രം ഇങ്ങനെ വിവാദം സൃഷ്ടിക്കുന്നത്. ലോകത്ത് ഷിയ ഇസ്ലാം, ഷിയ സുന്നി എന്നീ 2 വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അത് 2 പള്ളികളുണ്ടെങ്കിലും കേരളത്തെ പോലെ 2 പള്ളികൾ, കേരളത്തെ പോലെ 2 മദ്രസകൾ, കേരളത്തെ പോലെ ഇങ്ങനത്തെ സംവാദങ്ങൾ ലോകത്ത് എവിടെയും കാണുന്നില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ അല്ലെങ്കിൽ സഹാബത്തിന്റെയോ താബികളുടെയോ ഒന്നും ആണ്ടുകളോ മൗലിദുകളോ ഒന്നും കഴിക്കാതെ പിന്നെ ബദരീങ്ങളോടുള്ള കീഴോട്ട് ഇങ്ങോട്ട് വരികയാണ്. ആ ബദരീങ്ങളോടും അതേപോലെ തന്നെ മുഹദ്ദീൻ ശൈഖിനോടുള്ള ആദരവ് പോലും ഇത്തരം ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ഇസ്ലാമിനെ മാറ്റി നിർത്താൻ മറ്റു പ്രവാചകരിലേക്കോ അല്ലെങ്കിൽ പ്രവാചകരിലേക്കോ ഒന്നും ആളുകൾ സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതൊരു ഖുർആൻ ഓതിയാൽ ഇത് കിട്ടും എന്ന വിശ്വാസത്തിൽ അപ്പുറമാണ് യാ ശൈഖ് മുഹ്യിദ്ദീൻ എന്ന് വിളിച്ചാൽ ഇത് കിട്ടുക എന്ന് പലരും ധരിക്കുന്നു. അതിന്റെ പേരിൽ തന്നെ ഭൗതികമായ പ്രശ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പലരും മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നു, മൊയ്തീൻ പ്രാർത്ഥിക്കും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ആരും സത്തം ഓതിയിട്ട് അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് എന്റെ കാര്യങ്ങൾ നിർവഹിച്ചു തരണം എന്ന പരിപാടികൾ ഇവിടെ നടക്കുന്നത് കാണുന്നു.
ഇത്തരം പരിപാടികൾ മുഴുവനും ലോകത്ത് കേരളക്കാരിൽ മാത്രമാണ് ദൃശ്യമാണ്. അതിന്റെ കാരണം ചോദ്യകർത്താവ് കേരളം മാത്രമേ കണ്ടുള്ളൂ മനസ്സിലായി ഇപ്പൊ. കാരണം കേരളമല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പണ്ടുണ്ട് ഇപ്പോഴുണ്ട്. ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി എഴുതിയ താരീഖ് ബഗ്ദാദ് എന്ന കിതാബ് 14,500 ഔലിയാക്കന്മാരുടെ ചരിത്രം അതിൽ പറഞ്ഞത്. ബഗ്ദാദുമായി മാത്രം ബന്ധപ്പെട്ട 14,500 ഔലിയാക്കന്മാരുടെ ചരിത്രം പറയുന്നതാണ് താരീഖ് ബഗ്ദാദ്. ആ താരീഖ് ബഗ്ദാദിന്റെ 1-ാം ജുസു തന്നെ ഒരു ഖബറുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഖുബൂറുൻ നുദൂർ എന്നാണ് ആ ഖബറിന് അറിയപ്പെടുന്ന പേര്. നേർച്ചയാക്കപ്പെടുന്ന ഖബറുകൾ. എന്താണ് അങ്ങനെ പേര് പറയാൻ കാരണം? അവിടെ കിടക്കണ ഖബറിലുള്ള ആൾക്കാരാരാന്ന് ആർക്കും അറിയില്ല. ഖബർ കിടക്കണ ആളാരാന്നറിയില്ല. പിന്നെയോ സർവ്വ ആലിമീങ്ങളും ഔലിയാക്കളും മഹാന്മാരും അതിങ്ങനെ സിയാറത്ത് ചെയ്ത് പോരുന്നുണ്ട്. ഇഷ്ടം പോലെ നേർച്ച അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നേർച്ച വരുന്നത് കൊണ്ട് അതിന് പേരിട്ടു. വേറെ പേരൊന്നും പറയാനില്ല, ആളെ പേര് കിട്ടണ്ടേ. ഖബർ കിടക്കുന്ന ആളാരാ കിട്ടണേ? എന്നാ പിന്നെ എന്നാളെ നമുക്ക് പറയാറിയുന്നു. അത് കിട്ടാത്തതുകൊണ്ട് അതിന് പേരിന് ഖുബൂറുന്നൂർന്ന. ഈ നേർച്ച വരുന്ന പോലെ നേർച്ച ഇടാൻ വേണ്ടി ഒരു പെട്ടി ഉണ്ടായിരുന്നവരോ അതിനെ തലക്കാൻ പുറത്ത് 4 ഖബറാ. ഈ 4 ഖബറുകളും ജനങ്ങൾ വന്നുകൊണ്ട് അവരെ ഹവായിജുകൾ പറയും. അങ്ങനെ ഹവായിജുകൾ അവിടെ വെച്ച് പറഞ്ഞാൽ അവർക്ക് വീട്ടപ്പെടും. ഇത് അവിടുത്തെ സമ്പ്രദായമായിരുന്നു. ഇതാണ് ആ പേര് അതിന് വരാനുള്ള കാരണമെന്നും ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പോ ഖബറിങ്ങ ചെല്ലലും ആ ചെന്നിട്ട് നമ്മുടെ ആവലാദികളും വിഷമങ്ങളും ഖബറിങ്ങ ചെന്ന് പറയലും ഇതൊക്കെ പണ്ടേ ഉണ്ട്. ഷാഫി ഇമാം തന്നെ പറഞ്ഞു, എനിക്ക് വല്ല വിഷമമുണ്ടായാൽ ഞാൻ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്ങക്ക് ചെല്ലും. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ അള്ളാഹുവിനോട് തവസ്സുലാക്കി ദുആർക്കും. അപ്പൊ എന്റെ ആവശ്യം വീടപ്പെടാതെ ഇരുന്നിട്ടില്ല. അപ്പൊ ഷാഫി ഇമാമിന്റെ പരിപാടി അവിടെ പോലെ ഖബറിങ്ങ പോയി ആവശ്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഷാഫി ഇമാമിന്റെ മുമ്പും പിമ്പും അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ചെന്നാണ് പറഞ്ഞ ആവശ്യം ദുന്യവി ഉഖ്റവിയായ സർവ്വ ആവശ്യം റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നാണ് അബൂ ഹനീഫ ഇമാമും പറഞ്ഞു. ഇതൊന്നും കേരളത്തിലല്ല, മനസ്സിലായോ? ഇത് മുഴുവൻ കേരളത്തിന്റെ പുറത്ത് ഏതോ കാലത്ത് നടന്നതാ. എന്നാൽ ആ നടപ്പ് ഇന്നും നടന്നു വരുന്നു കേരളമല്ലാത്ത കുറെ സ്ഥലങ്ങളിൽ. ഇവിടെ ഇല്ലാത്തത് ഇവിടെ ഇസ്ലാമിന് അത്രമാത്രം പാരമ്പര്യത്തോണ്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാത്ത രാജ്യങ്ങൾ അതൊക്കെ. ഇസ്ലാമിക ചരിത്രത്തിലുള്ള രാജ്യങ്ങൾ നോക്ക്, അവിടെ കണ്ട് ദിബ്ബ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ദിബ്ബയിൽ സന്ദർശിക്കാൻ പോകുന്ന സംഭവവും ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇതൊന്നും കേരളത്തിലല്ല, ഇത് ഇവിടെ തന്നെ അടുത്ത സ്ഥലമല്ലേ ദിബ്ബ അല്ലേ? ബഹുമാനപ്പെട്ട ഉമ്മാൻ, അതൊക്കെ നേരത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉള്ള രാജ്യങ്ങളാണ്. ഉമ്മാനൊക്കെ അബൂദാബി, ദുബായ് ഇതൊന്നും കാണാനില്ല. തന്നെയല്ല, ഇസ്ലാമിക ചരിത്രം ഉള്ള സൗദി അറേബ്യയിലെ എത്രയോ സ്ഥലങ്ങളിൽ പഴയ കാലത്തുണ്ടായിരുന്ന മക്ബറുകളും അവിടെ ജനങ്ങൾ വന്ന് സിയാറത്ത് നടത്തിയിരുന്നതും ജനങ്ങൾ ശിഫാന തേടൽ നടത്തിയിരുന്നതും ശിഫാക്ക് വേണ്ടി അവിടുത്തെ വെള്ളം കൊണ്ടുവരുന്നതും തുടങ്ങി നമ്മളെ കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇസ്ലാമിക ചരിത്രമുള്ള സർവ്വരാജ്യങ്ങളിലും പണ്ട് കാലത്ത് നടന്നതിന് 1, 2, 10, 100 തെളിവല്ല, നിരവധി തെളിവുകളുണ്ട്. എന്നാൽ പിന്നെ അതെല്ലാം മായ്ച്ചു കളഞ്ഞത് സൗദി അറേബ്യയിലെ പിന്നെ വന്ന ഭരണകൂടമാണ്. അതാണ് താരീഖു മആലിമിൽ മദീനത്തി ഖദീമൻ വഹദീസൻ. മദീനന്റെ മാത്രം ഒരു ചരിത്രം എഴുതിയ ഒരാൾ. അതിൽ മദീനത്തിന്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയാണ് പറഞ്ഞത്. അത് നോക്കിയാൽ സാധാരണക്കാർക്ക് ചിത്രമെങ്കിലും കാണാം. ഖബർ പണ്ട് കാലത്ത് കെട്ടിപ്പടുത്ത ജാറും ഇപ്പൊ പൊളിച്ചപ്പുള്ള ചിത്രവും 2 ചിത്രയിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജാറായി കെട്ടിപ്പടുത്തതും പിന്നെ പൊളിച്ചതും. അത് നമ്മൾ തന്നെ നോക്കിയാൽ പൊളിച്ചാളേറെ കാണും. തറക്കല്ലടക്കം ഇളക്കിക്കണം. അത് ഓലെന്നെ വലിയ സംഗതിയായിട്ട് എഴുതും ചെയ്തിക്കണം. ഭരണ ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ചെയ്ത് എല്ലാ മക്ബറയും തച്ചു പൊളിച്ചു എന്നാ. ഭരണ ഏറ്റെടുത്തപ്പോൾ അവർ ചെയ്ത ഏറ്റവും വലിയ പണിയായിട്ട് പറഞ്ഞത് അവിടെയുള്ള എല്ലാ മക്ബറുകളും തച്ചു പൊളിച്ചു എന്നാണ്. മക്ബറ മാത്രമല്ല, പള്ളിയടക്കം മഹാന്മാരെ പേരിലുള്ള പള്ളിയടക്കം പൊളിച്ചുപോയി. ഇതൊന്നും നമ്മളടുത്ത് BJP-ക്കാരെ റേറ്റാ. ഇന്നത്തെ ഒരു ബാബരി മസ്ജിദിന്റെ കാര്യം പറയുന്നത് ബലി പൊളിച്ചാലും കൂടി ചോദിച്ചു നോക്കിയാൽ അത്രമാത്രം പൊളിച്ചിക്കണം.
നിരവധി മഹാന്മാരുടെ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് സയ്യിദ് സുംബൂദി. അദ്ദേഹത്തിൻ്റെ വഫാഉൽ വഫാബി അഖ്ബാരി ദാരിൽ മുസ്തഫ, അത് മദീനത്തിൻ്റെ ചരിത്ര. അതേപോലെ ബഹുമാനപ്പെട്ട അസറഖ് ഇമാം എഴുതിയ അഖ്ബാറു മക്ക, അത് മക്കൻ്റെ ചരിത്ര. ആ മക്ക മദീനയിൽ തന്നെ മാത്രമുള്ള മസാറുകളും മക്ബറുകളും ആ മക്കാർബറുകളെ അന്നത്തെ ആളുകൾ സിയാറത്തിന് വേണ്ടി വന്നിരുന്നെന്നും യുത്തബറക്ക് ബിഹിം അവിടെയുള്ള മഹാന്മാരെ കൊണ്ട് ബർക്കത്തെത്തിയെന്നും ഓലെ കൊണ്ട് ഇസ്തിസ്ഫാ ചെയ്തിരുന്നെന്നും ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബർക്ക് തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം പുത്തമ്പള്ളിക്കലെ വെള്ളം ജനങ്ങൾ കൊണ്ടുപോകും പോലെ ശിഫാക്ക് വേണ്ടി ജനങ്ങൾ കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ ചരിത്രങ്ങളുണ്ട്. ഇതൊന്നും കേരളത്തിലല്ല, മാത്രമല്ല. അപ്പൊ കേരളത്തിൽ ഇതൊക്കെ നടന്നത് പണ്ട് കാലം മുതലേ കേരളത്തിൽ മഹാന്മാർ വന്നപ്പോൾ അത് മുതൽക്ക് ഇങ്ങനെ കേരളത്തിലും നടന്നു പോന്നു. കേരളമല്ലാത്ത രാജ്യത്ത് സലാലിയിൽ ഇപ്പം ഉണ്ടല്ലോ, ആ പഴയ പോലെ ഇപ്പം നടക്കുന്നു. വിലക്കില്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ബഗ്ദാദ് കേരളത്തിലല്ലോ, ബഗ്ദാദിൽ പണ്ട് നടക്കണ അതേപോലെ ഇപ്പോഴും നടക്കണില്ലേ ബഗ്ദാദിനെ അങ്ങനെ സിറിയയിൽ, അങ്ങനെ നിരവധി. ഞായും പോട്ടെ, റഷ്യയിൽ തന്നെ തിർമിദി ഇമാമിൻ്റെ മക്ബറ, ബുഖാരി ഇമാമിൻ്റെ മക്ബറ, അതൊക്കെ പഴയ പോലെ തന്നെ കെട്ടിപ്പടുത്തതായി അതിൻ്റെ ഫീച്ചർ സഹിതം നമ്മളിവിടെ പത്രങ്ങളിലൊക്കെ നേരത്തെ പ്രസിദ്ധം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളുടെ മക്ബറ. അപ്പം അതെല്ലാം കേരളത്തിന് പുറത്തുള്ളത് തന്നെ. കേരളത്തിലുപരി നമ്മളെ ഇന്ത്യയിൽ തന്നെ കേരളമില്ലാത്ത എത്ര സ്ഥലമുണ്ട്, ഇതൊക്കെ പുറത്ത്. നമ്മളെ ഇയാൾ പറഞ്ഞു എന്താണ്, ഷാഹുൽ ഹമീദ് എല്ലാം കൂടി പോയിട്ട് ഇവിടെ പോയിരുന്നു. ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവുണ്ടല്ലോ അബുല്ലാല മൗദൂദി, അയാളെ കബറിങ്ങിൽ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അതും ചാറായിട്ട് കെട്ടിക്കൊടുത്തിരുന്നു. അവിടെ ഉണ്ട് വരുന്നവർക്ക് വെള്ളം കൊടുക്കാനോ വരുന്നവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ജാർത്തുകല മൊല്ലാക്കടക്കം അവിടെ ഉണ്ട് നൃത്തം. അപ്പോൾ അതൊക്കെ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ മറ്റൊന്ന് ചോദിച്ചത്, ഈ ജനങ്ങൾ ചില മഹാന്മാരെ എന്താക്കുന്നു, ഉസീലയാക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളെ ആക്കുന്നില്ല, അതിലുപരി മുഹീദ്ദീൻ ശൈഖിനെ ആക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അത് ജനങ്ങളുടെ കൽബിൽ ഒന്നിലേക്ക് കൂടുതൽ ചായ്വ് കൊടുക്കുക എന്നുള്ളതാണ്. ചില വ്യക്തികളിലേക്ക് ചായ്വ് കൊടുക്കും പോലെ. സഹാബത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെയല്ല, ചിലരിലേക്കാൾ അല്ലാഹു തആല ആകർഷണം കൊടുക്കും. അത് ആ പറയുന്ന അർത്ഥം അയാൾക്കാണ് വലിയ ആളില്ലാന്നാ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, AP ഉസ്താദിലേക്ക് ജനങ്ങൾ ആകർഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പ്രസംഗത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ആകർഷിച്ചു. ഈ പറഞ്ഞതിനർത്ഥം ഈ AP ഉസ്താദിനേക്കാൾ വലിയൊരാൾ ദുന്യാവിലില്ല എന്നാണോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒന്നാണ്. അതാണ് നമ്മുടെ പിൽക്കാലത്തുള്ള ഇമാം ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി വലിയ മഹാനാണ്. പക്ഷേ അവരുടെ ശിഷ്യനായ ഇബ്നു ഹജറിലേക്കാണ് ജനങ്ങളെല്ലാം കൂടി ഉണ്ടായത് തിരിഞ്ഞത്. ഇബ്നു ഹജറിന്റെ തുഹഫന്റെ പിന്നെ കൂടി അത്ര ഉസ്താദിന്റെ കിതാബിന്റെ അത്ര ഒപ്പം കൂടി ഇല്ല. ആ പറഞ്ഞതിനർത്ഥം ഉസ്താദിന് അത്ര സ്റ്റാൻഡേർഡ് ഇല്ല എന്നാണോ? അല്ല. ഇമാം സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇമാം നവവി, ആ നവവി ഇമാമിന്റെ ഉസ്താദുമാരൊക്കെ ഭയങ്കര ആൾക്കാരാ. ഓല ആരാന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. നൈമാമിന് ഉസ്താദ് ആരാ? ഒരുപാട് ഉസ്താദുണ്ട്. ഒരു ഉസ്താദിനായിരിക്കും പറയാൻ കഴിയോ? നൈമാമിന് ഒരുപാട് ഉസ്താദന്മാരുണ്ട്. ഒരു ഉസ്താദിനായിരിക്കും പറയാൻ കഴിയോ? എന്നാൽ ആർക്കും പറയാൻ കഴിയില്ല. നൈമാമിനെ അറിയാത്ത ആരെയും ഉണ്ടാ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒന്നാണത്. ആ ആള് മുഖേന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും എന്ന ഒരു മാനസികമായ സംതൃപ്തി ആ ആളിൽ ഉണ്ടാകുമ്പോൾ ഈ ആളെ കൊണ്ട് തവസ്സുലും ഇസ്തിഗാസയൊക്കെ നടത്തും. ആ ആളിലേക്ക് കൂടുതൽ ആവശ്യങ്ങളായിട്ട് ചെല്ലും. ഇത് മറ്റുള്ളവർ ശ്രേഷ്ഠത കുറഞ്ഞത് കൊണ്ടല്ല. പിന്നെ ചോദ്യത്തിൽ പറഞ്ഞൊന്ന്, ചെല്ലുന്നവരൊക്കെ ദുന്യവിയായ ഉറങ്ങിന് വേണ്ടിയാണ്. അതിപ്പോൾ അത് മാത്രമല്ല, ഇന്നും ദ്വാരക്കാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ. നമ്മളോട് ദ്വാരക്കാൻ ആഹാരം ശരിയായിക്കിട്ടുന്ന ദ്വാരക്കാൻ പറഞ്ഞാലും വളരെ ചുരുക്കാം. അല്ല, ചിലർ പറയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്നായി തന്നെ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഇപ്പോൾ 3 മക്കളുണ്ട്, ഒരു 3 ആളും ഇങ്ങോട്ട് കടന്നിട്ട് ഇനി ഒരാളും കൂടി ഉണ്ട്, ഓനും കൂടി കടന്നിട്ടാൻ വേണ്ടി ദ്വാരക്കാണെന്ന് അങ്ങനെയും പറഞ്ഞവരുണ്ട്. അല്ല, പണ്ട് മമ്മൂട്ടി ബാപ്പാൻ്റെ അടുത്ത് ഒരു മുതലാളി, പണ്ടൂത്തെ മുതലാളി ഒന്നാണ്ട് പറഞ്ഞാലോ, മമ്മൂട്ടി ബാപ്പ പറഞ്ഞ വലിയ മഹാനാ, നമ്മുടെ ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദാ കൈപ്പറ്റ. മമ്മൂട്ടിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, പൊന്നാര ഉസ്താദ്, ഞാൻ വലിയ വിഷമത്തിലാ. എന്തേ? അല്ല, എനിക്ക് വയസ്സും പ്രായമായി. നമ്മൾ മരിച്ചതിന് ശേഷം കുട്ടികൾ നമ്മൾ തല്ലുകൊടുത്ത് കാണിപ്പോൾ സംഗതി. അതെന്തേ? 7 ആമക്കളുണ്ട്, ഇപ്പോഴും ആന 6 ആയിട്ടുള്ളൂ. 6 ആനയുള്ളൂന്ന്.
ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾ ഈ 6 ആനക്കുള്ളിൽ വെച്ചിട്ട് എല്ലാം കൂടി കുഴപ്പമില്ലേ, അതുകൊണ്ട് ഒരാനയും കൂടി ശരിയായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്ന്. അതിന് വരും. ഇത് മമ്മൂട്ടി ബാബാന്റെ കാലത്തിലാണെങ്കിലേ, ഇന്ന് എൻ്റെ കാലത്തിൻ്റെ സംഭവം കേൾക്കണമെങ്കിൽ വട്ടേക്കാട് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വട്ടേക്കാട് മക്കാമിലൊരു നേർച്ച നടക്കുന്നുണ്ട്. ജനങ്ങളെടുത്താൽ നേർച്ച വലിയൊരു സംഗതിയാണ്. നേർച്ച കുഴപ്പം നമ്മളെത്തൂല്ല. പക്ഷെ നേർച്ച ശരിയാണെങ്കിൽ ആന വേണമെന്ന വിശ്വാസം. ആന ഇല്ല ഞാൻ നേർച്ച ശരിയാവില്ല. അതെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, പൊന്നാട് ഉസ്താദെ, നേരം വെറുത്താൻ നേർച്ചയായി, നാളെ നേരം വെറുത്താൻ നേർച്ചയായി, ഗുരുവായൂർ ഒറ്റ ആനയും കിട്ടാനില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ആന പെട്ടെന്ന് ശരിയായി കിട്ടാൻ വേണ്ടി ഉസ്താദ് വയർക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും ഉസ്താദിന് വേണ്ടി വയർക്കാൻ വേണ്ടി തന്നെ. അപ്പം ഈ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കുറേ സംഗതികളാണ്. ആഹാരം നന്നായി കിട്ടാൻ വയർക്കണം എന്ന് പറയാത്തത് അത് ജനങ്ങളെ മോശമാണ്, കബർ കിടക്കുന്ന ആൾക്കാരുടെ മോശമല്ല. അപ്പോൾ ജനങ്ങൾ കബർ കിടക്കുന്ന ആൾക്കാർ ചെന്നാലും ഹയാത്തുള്ളവരിൽ ചെന്നാലും ജനങ്ങൾക്ക് പറയാൻ സിംഹഭാഗം ജനങ്ങൾക്കും പറയാനുള്ളത് ദുന്യവിയായ ഉറവുകളാണ്. ഉഹ്റവിയായ കാര്യങ്ങൾ അവർക്ക് പറയാനില്ല. അതുകൊണ്ടല്ലേ മൊത്തങ്ങൾ നോക്കി അപേക്ഷകളും ആവശ്യങ്ങളുമായി വരുന്നവരിൽ തോന ആളുകളും ദുന്യവിയായ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഉഹ്റവിയായ കാര്യം പറഞ്ഞാൽ അയക്കുമത്തൊന്നാം അതിന് പേർക്കണം എന്ന് പറയുന്നവർ വളരെ തുച്ഛാവും. അപ്പോൾ അത് അതുകൊണ്ട് വന്നാണത് കബർ കേൾക്കുന്ന ആൾക്കാരുടെ കുഴപ്പമല്ല, ഈ ചോദിക്കാൻ പോകുന്ന ആൾക്കാരുടെ ദോഷമാണത്. ഔലിയാക്കന്മാര് കബറിൽ നിന്ന് എണീറ്റ് വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ മക്കത്ത് ചില ഔലിയാക്കനെ കണ്ടിട്ട് വേറെ തരത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. പിന്നെ പ്രവാചകന്മാർ ചരിത്രത്തിൽ കണ്ടു. ഇബ്രാഹിം മിറാജ് രാത്രിയിൽ പ്രവാചകന്മാരും കബറിൽ നിന്ന് അത് വന്നു ചരിത്രത്തിൽ വായിക്കാം. ഈ അങ്ങനെ ഒരു ഔലിയ ആ കബറിൽ എണീറ്റ് പോയ സമയത്താണ് ഈ കബറിൽ ആ ഔലിയാന്റെ കബറിൽ വരയ്ക്കുന്നതെങ്കിൽ ആ കബറിന്റെ ഉള്ളിൽ ആരുണ്ട്? പിന്നെ നമ്മളവിടെ ആ കബറിന് ഒന്നുമല്ലാത്ത ആ മൺപുരയോട് തുറന്നിട്ട് വല്ല കാര്യമുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ മാത്രമാണ് ഈ 2 പള്ളി 2 മദ്രസ ശരിയാ, അത് ഞാൻ പറഞ്ഞതാ. അതേ പറയാം. എന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള ഈ ആശയ സംഘടന നടക്കുന്നത് കേരളത്തിൽ മാത്രമേ. അതല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉണ്ട് ആശയ സംഘടന. ഒരു കൂട്ടർ പള്ളി വേറുണ്ടാക്കിയില്ലേ, മസ്ജിദുൽ ദിറാർ എന്നാണ് അതിന് പേര്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു ആ പള്ളി നിസ്കരിച്ചരുത്, ലാ തുഖും ഫീഹി അബദൻ. അല്ല കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ മസ്ജിദുൽ ദിറാർ എത്രണ്ണം വന്നു. അതുപോലത്തെ വേറൊരു പള്ളി ഉണ്ടാക്കി വേറൊരു കൂട്ടർ ഖദരിയത്ത് ജബരിയത്ത് പുത്തനാശയക്കാർ വന്നപ്പോൾ ഉണ്ടാക്കിയ പള്ളിയൊക്കെ അങ്ങനെയാണ്. ഖദരിയാക്കളൊരു പള്ളി ഉണ്ടാക്കി, നല്ല സുന്ദരമായ പള്ളി. അനസ് റളിയല്ലാഹു അൻഹു ആ വഴിക്ക് പോവുക, അസ്ർ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ കൂടുതലുള്ള ഒരാൾ പറഞ്ഞു, ഇത് അവിടെ വരുന്ന വഴിക്കൊരു പള്ളി ഉണ്ട്, ആ വഴിക്ക് നല്ലൊരു സുന്ദരമായ പള്ളി, അവിടെ കയറാറുണ്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു അവിടെ കയറേണ്ടത് നമ്മളെ പള്ളിയല്ലായിരുന്നു, നമ്മളെ പള്ളി അവിടെ ലേസാൻ പോയിക്കോട്ടെ. അപ്പോൾ അസ്ർ ലേസാണ്ട് പിന്നിക്കാവും, എന്നാലും തിരക്കണില്ല, അവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. കണ്ട, അപ്പോൾ പള്ളി മദ്രസയൊക്കെ രണ്ടായാലും പണ്ടേയുള്ളത് തന്നെയാണ്. ആശയ വൈരുദ്ധ്യം വരുമ്പോൾ ആ പള്ളിയിൽ നമുക്ക് കേൾക്കാൻ പറ്റൂല. അതിൻ്റെ പടി ഉണ്ടായത് പള്ളി അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ കല്ലും മണ്ണും ഇഷ്ടികൊന്നും അല്ലാത്തതുകൊണ്ടല്ലോ ഇപ്പോൾ അത് നല്ല നെയ്യത്തിലല്ല പള്ളി ഉണ്ടാക്കിയത്, നല്ല ആശയത്തിന് എടുക്കപ്പെട്ടുമല്ല. അതുകൊണ്ടല്ല മസ്ജിദുൽ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഏതൊരു ആദർശമാണോ ശരിയായ ആദർശം, ആ ആദർശത്തിന് വേണ്ടിയുള്ള പള്ളിയും മദ്രസയാണ് ശരിയായത്. അതിനെതിരിൽ ഉണ്ടാക്കപ്പെട്ട ഒക്കെ ദിറാറാണ്. അതാണ് ഇത് വിഷയമായി മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടാക്കിയ ആ പള്ളി മാത്രമേ പെടുള്ളൂ, അതല്ല ദുരുദ്ദേശം ഉണ്ടാക്കിയ എല്ലാ പള്ളിയും പെടുമോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അവിടുത്തെ ഫത്താവയിൽ കൊടുത്ത മറുപടി, മസ്ജിദുൽ ദിറാർ എന്ന പേരിൽ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒരു പള്ളി മാത്രമല്ല, ഈ ആശയ വിരുദ്ധത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെതിരെ ഉണ്ടാക്കിയ സർവ്വ പള്ളിയും തന്നെയാണ് മസ്ജിദുൽ ദിറാറാണ്. ആ പള്ളി മദ്രസ ഉണ്ടായാലൊക്കെ പണ്ട് തന്നെ ഉണ്ട്. അതാണ് അതൊരു ശരിയാണ്. അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ വേണ്ടത്ര ശ്രമം നടത്തണം. നിൽക്കാൻ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ നമ്മളിപ്പോഴും നേരം വയ്യാൽ ചിലപ്പോൾ പാളയം ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ മെയ്തിമള്ളി കഴിഞ്ഞ് നിൽക്കരിച്ചു, ഓല തൊഴിലാൻ നിൽക്കണം, കുറച്ച് പിന്നിൽ നിൽക്കരിച്ചു. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളെ ഞാനും എൻ്റെ ബന്ധരായ ഉസ്താദും കൂടി നമ്മളെ പള്ളിയൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ നിൽക്കാൻ കയറി. അവിടെ ലിവാ പള്ളി ഉണ്ടെങ്കിൽ അങ്ങേപ്പുറത്തെ പടിഞ്ഞാറേ ഭാഗത്തെ പള്ളി. അപ്പോൾ ആ പള്ളിയിൽ പറഞ്ഞ പോലെ നമ്മളെ പള്ളി തട്ടിപ്പറിച്ചതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ജമാഅത്ത് നടത്തുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ നമ്മൾ മേലെ പോകാറുണ്ട്. ഞങ്ങൾ നേരെ കോണിയേരി മേലെ പോയി. ഞങ്ങൾ നിൽക്കാരം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവരെ നിൽക്കാരം കഴിഞ്ഞു. ആരാ കയറിപ്പോയത് അറിയാൻ വേണ്ടിയിട്ട് ഇവർ കയറുന്നു. അപ്പോൾ ഞാൻ ഉസ്താദ് നിൽക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ നിൽക്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞിറങ്ങുന്നവരെ അവിടെ കാത്തു. എന്താ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വേറെ ജമാഅത്ത് നടത്താൻ കാരണം? ഏത് വെച്ചാണ് കണ്ടിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇത് വെച്ചാണ് പള്ളി ജമാഅത്ത് നടത്തുന്നതിന് മുമ്പ് വേറെ ജമാഅത്ത് അനുവദിക്കുന്നതല്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അങ്ങനെ എഴുതിച്ചുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കരിച്ചു പറഞ്ഞു. പള്ളി ജമാഅത്ത് നടത്തുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ തന്നെ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളൊപ്പം നിൽക്കരിച്ചേ. ഓല എന്താക്കാൻ വേണ്ടി പറഞ്ഞാണ്.
ഇസ്ലാമിന്റെ നിയമപ്രകാരമാണെങ്കിലോ 2 കാരണമുണ്ട് അവിടെ. ഒന്ന് വിദേഹത്തുകാര ആണ് നിൽക്കുന്നത്, അവരെ തുടർന്നൂരാ. 2 ടൗണ് പോലത്തെ ജനങ്ങൾ എപ്പോഴും വന്നും പോവും വരുന്ന സ്ഥലത്ത് ഒന്നിലധികം ജമാഅത്ത് ഒരേ സമയത്ത് നടത്തി എന്നുകൊണ്ട് യാതൊരു ബന്ധികേടുമില്ല. ഇവിടെ പ്രധാനമായിട്ടുള്ളവരും വിദേഹത്തുകാരായി എന്നുള്ളത്. എന്നാൽ പിന്നെ നമ്മളോട് കയറിയതോ നമ്മളെ പള്ളി അവർ വിളിച്ചെടുത്താണ്. നമ്മളെ പള്ളിയാണോ ഒക്കെ കോഴിക്കോട് ഇപ്പോൾ അറിയപ്പെടുന്ന പഴയ കാലത്തുള്ള പള്ളികളൊക്കെ ലിവാവ് പള്ളി, മിസ്കാൽ പള്ളി, പാളയം പള്ളി, മൊഹീദ്ദീൻ പള്ളി പറഞ്ഞ പാളയം പള്ളി, ഇതൊക്കെ നമ്മളെ പള്ളി അവർ വിളിച്ചിറക്കിയതാണ്. അതിൽ ഈ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അത് മസ്ജിദ് ഉസ്സിസാല തഖ്വ പറഞ്ഞില്ല. എന്തെന്ന് അങ്ങനെ ചോദിച്ചോ? അല്ല, അതിപ്പോ ഏതുപോലെ അറിയാം. അത് ഖുർആൻ എന്താണ് സ്ഥലത്ത് ഖുർആൻ ഓതണം, മൊഹീദ്ദീൻമാല എന്താണ് സ്ഥലത്ത് അത് ഓതേണ്ടി വരും. അതിപ്പോ ഏതുപോലെ? ഇപ്പൊ ചിലർ ചോദിക്കാം ഖുർആൻ ഹദീസാണല്ലോ ചോദിച്ചാൽ, ഖുർആൻ അല്ലേ എന്നാ പിന്നെ അത്തയ്യാത്ത് സ്ഥലത്ത് ഫാത്തി ഓതിയാൻ പറ്റുമോ? അത്തയ്യാത്ത് ഹദീസാ, ഖുർആനല്ല. ഫാത്തിഹ ഖുർആനുമാണ്. അത്തയ്യാത്ത് ഓതുന്നോടത്ത് നിസ്കാരം ചെയ്യുകയാണെങ്കിൽ അത്തയ്യാത്ത് തന്നെ വേണം, അവിടെ ഫാത്തിഹ പറ്റൂല. ഫാത്തിഹ ഓതുന്നോടത്ത് ഫാത്തിഹ വേണം, അത്തയ്യാത്തും പറ്റൂല. അപ്പോൾ ഒരാൾ മുഹദ്ദിമാല എല്ലാം നേർച്ചയാക്കിയാൽ അത് ഖുർആൻ ഓതിയാൽ നേർച്ച വിടൂല. ഖുർആൻ ഓതാൻ നേർച്ചയാക്കിയാൽ മുഹദ്ദിമാല ഓതിയാലും വിടൂല. അപ്പോൾ രണ്ടിൻ്റെതായ പോസ്റ്റ് ഉണ്ട്. ഒന്നൊന്നിനേക്കാൾ നിരുപാധികം ഔല എന്ന് പറയില്ല. ഓരോന്നും അതിൻ്റെ മക്കാം അനുസരിച്ചാണ്, സന്ദർഭം അനുസരിച്ചാണ് നല്ലതും നല്ലതല്ലാത്തതുമായിട്ട് കണക്കാക്കപ്പെടുക. സിയാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതാണ് ചോദിച്ചത്. ഞാൻ മറന്നിപ്പതാ. അതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം വിട്ടുപോയതാ. അവിടെ കാപ്പര മനസ്സിലാക്കിയതാണ് ഈ ഔലിയാക്കന്മാർ നീച്ചു പോകാന്ന്. അബുദാലിങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ചോദിച്ചു പോയി കൊണ്ടുണ്ട്. അബുദാലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരല്ല നീച്ചാണ് മറ്റൊരുത്ത് മാറി താമസിക്കണമെന്നല്ല. ആ പറഞ്ഞതിനർത്ഥം അബുദാലിങ്ങൾ അവരുടേതായ ഹഖീഖിയായ ജസദ് ഒരു സ്ഥലത്ത്, ശരീരം ഒരു സ്ഥലത്തായിരിക്കെ തന്നെ അവർക്ക് പല കോലങ്ങൾ കാണിക്കാൻ കഴിയും. ഇതാണ് അബദാലിങ്ങൾക്കുള്ളത്. അത് മഹാന്മാരുടെ മുൻകാല ചരിത്രത്തിനുണ്ട്. കേരളത്തിലല്ല. ബഹുമാനപ്പെട്ട ഖലീബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുന്ന അദ്ദേഹം അബദാലിങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം നിസ്കരിക്കാത്ത വിമർശനം ചിലർ നടത്തിയപ്പോൾ വിമർശകർക്ക് മറുപടി കൊടുത്തു. എങ്ങനെ? ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അതാണ് എപ്പോഴും പേച്ച തരീക്കത്തേര് പറയും കണ്ടോ, ഒരാൾ നിക്കേശിച്ച് വെച്ചിട്ട് അങ്ങനെ പറയാനൊന്നും പറ്റൂല. അത് നിക്കേശിനുണ്ടെങ്കിലോ അത് വരാ. വിമർശിക്കണം. വിമർശിക്കപ്പെടുന്ന ആൾ യഥാർത്ഥ ആളാണെങ്കിൽ ആ വിമർശനം ശരിയല്ല എന്ന് അയാൾ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും വേണം. അത് രണ്ടും വേണം. അതാണ് ഖലീബ് റളിയല്ലാഹു അൻഹു വിമർശിച്ചപ്പോൾ ഖലീബ് റളിയല്ലാഹു അൻഹു എന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു വിമർശിച്ച ആളോട്. അപ്പൊ നോക്കി എന്താ കാണുന്നു വെച്ചു. കഅബയാണെന്ന് പറഞ്ഞു. അതിന്റെ ലേശപ്പുറം എന്താ കാണുന്നു വെച്ചു. അത് മക്കാം ഇബ്രാഹിമാണെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ട് പിന്നീട് ഒരാൾ നിൽക്കണ ആളാരാന്ന് വെച്ചു. അത് നിങ്ങളാണെന്ന് പറഞ്ഞു. അയാൾ എന്താ ചെയ്യണ്? നിസ്കരിക്കണം. അപ്പൊ ഖലീബ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു മൂപ്പര് നിസ്കരിക്കണായിട്ട്. ഇല്ല അതെന്താ? അത് ഈ പറയുന്ന ജസദല്ല, ഹഖീഖിയായ ജസദ്. ഹയാത്തുള്ള സമയത്താ ഹഖീഖിയായ ജസദ് അവിടെ നിൽക്കണ ആളാ. അപ്പൊ ഹഖീഖിയായ ജസദിനോടാണ് തക്ലീഫുകളൊക്കെ ഉണ്ടാവുക. തിംസാലുകൾ, രൂപങ്ങൾ ഒരുപാടുണ്ടാവുക. ഏതുപോലെ? ഒരാളെ തന്നെ ഒരേ സമയത്ത് എത്ര ആൾക്ക് സ്വപ്നം കാണാം? ഒരു വ്യക്തിനെ ഞാൻ കണ്ടു, അതേ സമയത്ത് മറ്റേയാളും കണ്ടു, നിങ്ങളെല്ലാം കണ്ടു. ഒറ്റ വ്യക്തിയെ കാണപ്പെട്ട വ്യക്തി വന്നാ ഹഖീഖത്തൻ ഒരാളെ ഉണ്ടാവുള്ളൂ. ഞാൻ കണ്ടതും നിങ്ങൾ കണ്ടതും മറ്റേയാൾ കണ്ടതും ഒക്കെ തിംസാലുകളാണ്. അതിന്റെ മിസാലുകൾ എന്ന് പറയും. അതാണ് ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. മനുഷ്യ രൂപത്തിൽ രൂപാന്തരപ്പെട്ടു ജിബ്രീൽ അലൈഹിസ്സലാം. ആരരികൾ? മറിയം അലൈഹിസ്സലാമിന്റെ അരികൾ. ആ പറഞ്ഞ തമസ്സുൽ എന്നാണ് ഇതിന് പറയാ, രൂപപ്പെടൽ. ഈ രൂപങ്ങളാണ് ഈ അബദാലിങ്ങൾക്കുള്ളത്. കബർന്ന് പറ്റ് നീച്ചു എന്നല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടപ്പോഴും ഉണ്ടായത്. അത് തന്നെയാണ്. കബറിന്ന് ഇവിടുന്ന് നേരെ നീച്ചുപോയി മറ്റൊടുത്തെത്തി എന്നല്ല അതിനെപ്പറ്റി പറയുന്നത്. അതിന്റെ തിംസാലുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടത്. എങ്ങനെ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കണ്ടു. റസൂലുള്ളാഹിക്ക് ഹാജരാക്കപ്പെട്ടു മസ്ജിദുൽ പിന്നെ എന്താണ് അഖ്സയിൽ എന്നൊക്കെ പറഞ്ഞു.
അതല്ല, അതാ പറഞ്ഞത് ജസദ് ഒന്നേ ഉണ്ടാവുള്ളൂ. തിംസാൽ, ആ തിംസാല് തനിച്ച റൂഹല്ല, തനിച്ച ജസദും അല്ല. അപ്പൊ ഈ ജനങ്ങൾക്ക് അവാമിന് തിംസാൽ ഏതാ ഹഖീഖി ഏതാന്ന് മനസ്സിലാവില്ല. മനസ്സിലാവണില്ല, അവർക്ക് തിരിഞ്ഞോളൊന്നുമില്ല. ആ ജവാസ് മാത്രല്ല. ആ നിങ്ങബലിക്ക അത് ഒന്നാം ചോദ്യം. ഇസ്തിഗാസ എന്നത് ജായിസ് അല്ല, ഷിർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരിൽ ജായിസ് എന്ന് പറഞ്ഞെന്നുള്ളൂ. വെറും ജവാസ് മാത്രമല്ല. ഇതുപോലെ ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും മറഞ്ഞ മയ്യത്ത് നിസ്കാരം സഹിയല്ല, അത് ജായിസും അല്ല. അപ്പൊ നമ്മളെ ഫിഖിന്റെ കിതാബിലൊക്കെ യജൂസു എന്നാണ്, ചില കിതാബിൽ ഇസ്തിഹു എന്ന് പറഞ്ഞു. എന്നാൽ ഫുഖാഹക്കൾ പറയുന്നുണ്ട് ആ പറയുന്ന അർത്ഥം വെറും ജായിസുള്ള സുന്നത്തല്ല എന്നല്ല, സുന്നത്തുണ്ട് എന്നതുപോലെ തന്നെയാണ് ഇസ്തിഹാസിന്റെ കാര്യത്തിൽ പറഞ്ഞു കൊടുത്ത് തവസ്സുലും ഇസ്തിഹാസും തശഫുഉം എല്ലാം അംറും മഹബൂബുൻ. അംറും മഹബൂബ് പറഞ്ഞാൽ സുന്നത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഇസ്തിഹാസ് ഉൾക്കൊള്ളുന്ന കുതുബിയത്ത് നേർച്ചയാക്കാനൊക്കെ പറ്റി. വെറും ജായിസായ കാര്യം സുന്നത്തിലേ നേർച്ചയാക്കാൻ പറ്റില്ല. അപ്പൊ നേർച്ചയാക്കൽ വരെ നടക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കേവലം ഇത് മാത്രമല്ല. ഒന്ന്. രണ്ടാമത്തൊന്ന് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ എന്ന ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ് ചോദിക്കാൻ വേണ്ടി. നബി ചോദിച്ചില്ലേ രണ്ടാമത്തെ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി ചോദിച്ചു എന്ന് ഒരു റിവായത്തിൽ, വേറൊരു റിവായത്തിൽ ചോദിച്ചില്ല, എനിക്ക് സംശയമില്ല, അതുകൊണ്ട് ചോദിക്കണമില്ല. ഏതായാലും ചോദിക്കാൻ വേണ്ടി പറഞ്ഞു എന്നതിനെ തെളിവാക്കുന്നത്. അതെങ്ങനെ തെളിവാക്കി എന്ന് ചോദിച്ചാൽ ഏത് വിഷയത്തിൽ സഹായം തേടലും ഇസ്തിഹാസ തന്നെയാണ്. അപ്പോൾ അറിവിന്റെ വിഷയത്തിൽ സഹായം തേടിയാലും മരിച്ചുപോയ ഒരാളോട് മുഹദ്ദിസ് ശൈഖിനോട് നിക്കാത്തിന്റെ ഫർളത്തിനെ അറിയിച്ചെന്ന് പറഞ്ഞു, എന്നാലും ഇസ്തിഹാസ തന്നെയാണ്. എങ്ങനെ? ആ അല്ല, അത് പാടുണ്ടോ പാടില്ലേ വേറെ കാര്യം. ഇവിടെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അത് തന്നെയാണ് ഒരു റിവായത്തിൽ പറയുന്നത്, ലാ സുക്കു ലാ സലു ഒലാ സുക്കു, എനിക്ക് സംശയമില്ല, ഞാൻ ചോദിക്കണമില്ലാറ് ജിബ്രീലിനോട്. അതാണ് പ്രബലം. റിവായത്തിൽ പ്രബലം നസ്രുല്ലാഹി ചോദിച്ചിട്ടില്ല എന്നാണ്. ചോദിച്ചാൻ വേണ്ടി കൽപ്പിച്ചു. അത് എന്തിനാ കൽപ്പിച്ചത്? അത് ശത്രുക്കളെ ഭാഗം അത്രയും മോശമാണെന്ന് വരുത്താൻ വേണ്ടിയാണ്. റസൂലുള്ളാഹിക്ക് സംശയം ഉണ്ടായിട്ടില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞു ചെയ്തതാ, എനിക്ക് സംശയമില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കണമില്ല. നമ്മളെ വിഷയം അവിടെ അല്ല. ചോദിച്ചില്ലേ, ചോദിക്കാൻ പറ്റൂലേ, അതൊക്കെ വേറെ കാര്യം. ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് ഏത് വന്നല്ലോ, അനുമതി വന്നല്ലോ. അപ്പൊ അനുവദിക്കപ്പെട്ട കാര്യം ഉൾക്കൊള്ളുന്ന കാര്യം എന്താണ്? ഇസ്തിഹാസയാണ്. ഇതാണ് നമ്മൾ തെളിവാക്കുന്നത്. അങ്ങനെ എല്ലാം ഭംഗിവാക്യാക്കിയാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒന്നും ഉണ്ടാവില്ല. നിക്കരിച്ചാൻ വേണ്ടി അക്കീമുസ്സലാ അതൊരു ഭംഗിവാക്യം പറഞ്ഞാണ് എന്നല്ല, നിക്കരിച്ചാൻ വേണ്ടി പറഞ്ഞല്ല അറിഞ്ഞാൽ ഏതുപോലെ ചേകനൂർ അങ്ങനെ തന്നെ പറഞ്ഞ് കട്ടോന്റെ കൈ മുറിക്കാറിനെ പീഡിപ്പിച്ചാൻ പറഞ്ഞാൽ മുറിച്ചാൻ പറഞ്ഞല്ല അറിഞ്ഞില്ലേ. മേലിൽ കക്കരുത്. കുട്ടികളോട് നമ്മൾ പറയില്ലേ, എന്റെ കയ്യിലെ ബേരലോട് കൊത്താൻ പറഞ്ഞ നിർത്താനല്ലല്ലോ ഇപ്പം അത്. എന്നതുപോലെ ആളെ പേടിപ്പിക്കാൻ വേണ്ടി ചിലതൊക്കെ ഇങ്ങനെ ഖുർആനിൽ പറയും. അത് ഈ സുന്യാൾ ഇതൊക്കെ വലിയ വലിയ വിഷയാക്കിയിട്ട് കട്ടോണ്ട കൈ മുറിച്ചാണ്. അത് മുറിച്ചാൻ പറയണതല്ല, ആകെ 2 കയ്യാളുള്ളത്, എത്ര വട്ടം കക്കും മനുഷ്യൻ. അപ്പൊ എന്ന് പറയും പോലെ ആക്കിയാലും ഒക്കെ ഭംഗിവാക്കിയാക്കിയാലേ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അയിമത്ത് പറയണം, ഫസ്സരിങ്ങൾ പറയണം. അതെ. അടുത്ത മസാല ഇവിടെ ആയാലും ഹർമലായാലും ഒക്കെ നിയമം തന്നെ. എന്താണ്? ബിസ്മി ഓതുന്നില്ല എന്ന് ഉറപ്പായാൽ മാത്രമേ നമുക്ക് തുടങ്ങിയതിന് പ്രശ്നമുള്ളൂ. ബിസ്മി ഓതാൻ ചാൻസ് എങ്കിലും ഉണ്ട്, എന്നാ ഓതുന്നില്ല എന്ന് ഉറപ്പിച്ചുകൂടാ. ചാൻസ് എന്താ? തക്ബീർ ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞത്. അപ്പൊ ആ ഇടവേളയിൽ ചിലപ്പോൾ ബിസ്മി ചൊല്ലിക്കാണും. എന്നാൽ നമുക്ക് അനുമാനിക്കാനെങ്കിലും മാർഗമുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലിക്കാണും എന്ന് വെച്ച് നമുക്ക് തുടർച്ച ചെയ്യാവും. ബിസ്മി ചെല്ലിയിട്ടില്ല എന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് തുടർച്ചക്ക് തകരാറുള്ളൂ. അപ്പൊ അറമ്പ് ചെന്നാലും യഥാർത്ഥത്തിൽ ചില ഇമാമികളൊക്കെ ബിസ്മില്ല നമ്മൾ കേൾക്കേണ്ട ചെയ്യും. മൈക്കി കൂടെ മെല്ലെ ഔദും ബിസ്മി നമ്മൾ കേൾക്കേണ്ട ചെയ്യും. ഇത് കേട്ടില്ല എന്ന് മാത്രമല്ല,
അങ്ങനെ ചെല്ലിയിട്ടില്ല എന്ന് ഉറപ്പാകണം, എന്നെങ്കിലേ തുടർച്ചയ്ക്ക് തകരാറുള്ളൂ. അതില്ലാത്ത കാലത്തോട് നമുക്ക് തുടരാം. ഇനി അങ്ങനെ ചെല്ലിയില്ല എന്ന് ഉറപ്പായാലോ അപ്പം നമുക്ക് തുടരാം. ഓല മദ്ഹബ് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മദ്ഹബ് പ്രകാരം തുടരാം. ചെന്നെങ്കിൽ നമുക്ക് പിന്നെ അത് നമ്മൾ നോക്കണ്ട. നമ്മൾ ചില ഇമാമ് ഒന്നുണ്ടാക്കിയില്ലെങ്കിലോ നമ്മളറിയില്ലോ. അതുകൊണ്ട് ആദ്യം ചിന്തയാണ്ട് നിങ്ങൾ ഒന്നാക്കിയോ ചോദിച്ചാ. അപ്പൊ അദ്ദേഹം പറയുന്നത് അല്ല, അത് നോക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് ഒരു ഇമാമിനെ കൊണ്ട് അപേക്ഷിച്ചാൽ ആ ഇമാമ് ഞമ്മക്ക് വിരുദ്ധമായി ഉള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് ബോധ്യപ്പെടാൻ വേണ്ടി കാലയെക്കൂട്ടി അന്വേഷണം നടത്തലോ അവർക്ക് ആവശ്യമില്ല. അറിയപ്പെടാതെ പോയാൽ അതും പ്രശ്നമില്ല. ഏതുപോലെ തന്നെ ഒരാൾക്ക് ജനാപത്തിൻ്റെയോടുകൂടെ അയാൾ ഇമാമെന്ന് നമ്മൾ തുറന്നപ്പോൾ അയാൾ നമ്മളറിയില്ല. അയാളും ചിലപ്പോൾ അറിയുണ്ടാവില്ല. അയാൾ പിന്നെ അറിഞ്ഞു, അയാൾ നിൽക്കാനും മടക്കിക്കോട്ടെ, നമ്മൾ നിൽക്കാത്തതിന് കുഴപ്പമില്ല. കാരണം അതൊന്നും നമ്മൾ അറിയുന്ന സംഗതിയിൽപ്പെട്ട ജനാപത്ത് ഒതുണ്ടാവുക പോലത്തെ കാര്യങ്ങളൊന്നും, അതുപോലെ തന്നെ ബിസ്മില്ല, ഇതൊന്നും നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ല. ഒക്കെ സിറം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയപ്പെടാതെ പോകുമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തുന്ന നിർബന്ധമല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് ഉമ്മീനെ തുറന്നാൽ, ഫാത്തിഹ വിവരമില്ലാത്ത ആളെ തുറന്നാൽ, വിവരമില്ലാതെ തുറന്നാൽ തുടർച്ച ചെയ്യാവൂല. അപ്പൊ ശരിയായ നിൽക്കാരാണ്. ഓന് ഫാത്തിഹ അറിയാറില്ല, നമുക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ട് ചെന്നപാട് ശരിയായ നിൽക്കാരാണ്. എൻ്റെ നിൽക്കാരത്തിൻ്റെ പോലെ എനിക്കറിയില്ല, അതുകൊണ്ട് ആദ്യം ഫാത്തിഹ ഓദിക്കാം എന്ന് ഓനെ കൊണ്ട് ഓദിക്കാൻ നിർബന്ധം നമുക്കുണ്ടാ? ഇല്ല. നമുക്ക് അയാൾ ഓത്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നോക്കണ്ടുള്ളൂ. ബോധ്യപ്പെടാത്ത കാലത്തോളം സഹിയായിരിക്കുമെന്ന് വെച്ച് നമുക്ക് തുടരാവുന്നതാണ്. അല്ലെങ്കിൽ തുറച്ച് നമ്മൾ നടക്കൂലല്ലോ. എങ്ങനെ ഒരു ഇമാമിനെ തുടരുക? ആദ്യം ഉറപ്പിട്ടിട്ടേ തുടരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കറാമത്തുകളെ പറ്റി അല്ലെങ്കിൽ അത് കറാമത്തായിട്ട് പരിഗണിക്കോ ഇല്ല എന്നുള്ളതും അങ്ങനെയുള്ള കറാമത്തുകളായിട്ട് നമ്മൾ എഴുതി വിട്ടാലേ സാധാരണക്കാരായ പേരില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഇന്ത്യയിലെ രാജ്യത്തും വിശ്വാസം ഉള്ളതും കൂടി പുറത്തേക്ക് പോരെ എന്നൊരു സംശയിക്കും. അതിൽ നമ്മൾ സുന്നി ശരിക്കും മനസ്സിലാക്കിയാൽ മതി. എന്നാ പുറത്തു പോലെ അവിടെ ഉള്ളത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി തരാം. ഔലിയാക്കന്മാരിൽ രണ്ട് വിഭാഗക്കാർ ഉണ്ട്. ഒന്ന്, അവരുടെ വിലായത്ത് കൊണ്ട് ഹൽക്കിനോടും ഖാലിക്കിനോടുള്ള ബന്ധം ഒരുപോലെ നിലനിൽക്കുക. അള്ളാഹിനോടുള്ള ബന്ധം, സൃഷ്ടികളോടുള്ള ബന്ധം ഒരേപോലെ നിർത്താൻ അവർക്ക് കഴിയും. മറ്റൊന്ന്, അവർ മാനസികമായി അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ അവർക്ക് അവരുടെ ബുദ്ധിയുടെ സമനില തന്നെ തെറ്റിപ്പോയി. രണ്ടിനോടുള്ള ബന്ധം ഒരുപോലെ പുലർത്തിപ്പോരാൻ അവരുടെ മാനസികാവസ്ഥ പറ്റൂല. അപ്പൊ നമ്മളെ ഹക്കിൽ ഒരു പിരാന്തന്മാരാണ്. പിരാന്തന്മാരിന് നമ്മൾ പിരാന്തം മജ്നൂൻ എന്ന് തന്നെ പറയാ. പക്ഷെ ആ ലഫ്ള് ഒരു സുഖമില്ലാത്തതുകൊണ്ട് മജ്ദൂബ് നാക്കണം. അങ്ങനെയുള്ള ചില വാചകങ്ങൾ അർത്ഥം ഒന്നാണെങ്കിലും ബാപ്പാന്റെ ജീവൻ പോയാലും ചത്തു എന്ന് പറയല് നല്ല ചുരുക്കുള്ള വാക്കല്ല. എൻ്റെ വാപ്പൻ ചത്തിട്ട് എത്ര ദിവസമായി വെച്ചാൽ അടിയിട്ടൂലേ? ഇല്ല, സംഗതി ചത്തു പറഞ്ഞ ജീവൻ പോയി അർത്ഥമൊക്കെ ഒന്ന് തന്നെയല്ലേ. അവിടെ മരിച്ചു എന്നാ വാക്ക് പറയാം. അത് ലഫ്ള് നന്നാക്കണതാ. സംഗതി രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. എന്ന് പറയും പോലെ മജ്നൂന്, മജ്ദൂബ്, നമ്മൾ ലഫ്ളും ചുരുക്കാക്കിയാണ് മജ്ദൂബ് നോക്കും. സംഗതിയും തന്നെ ജുനൂനാണത്. ഒരു തരം ഭ്രാന്ത. എന്തുകൊണ്ട് ഭ്രാന്തുണ്ടായെന്ന് വെച്ചാൽ അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്ത അവരുടെ മഹബത്തും അവരുടെ ഷൗക്കും അള്ളാഹുവിലാണ് വന്നപ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മാനസികാവസ്ഥയുടെ സമനില തെറ്റിപ്പോയി. ഇങ്ങനത്തെ മജ്ദൂബികളായ കൂട്ടരുണ്ട്. ആ കൂട്ടര് വിലായത്തിന്റെ അഖിലേരാണ്. അവരെ ഇത്തിബായിന് പറ്റൂല. അപ്പൊ അവരെ തുടരാൻ പറ്റൂല. ഒരു ഫത്വ വെച്ചാൽ സ്വീകരിക്കും വേണ്ട, അവർ ചെയ്യും പോലെ ചെയ്യാനും വേണ്ട. എത്ര ഭ്രാന്തന്മാർ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അതേപോലെ കൂട്ടിയാൽ മതി. അപ്പൊ അവർക്ക് കറാമത്തുണ്ടാണ് ഇനി എതിരുമല്ല. കറാമത്തിന് അള്ളാഹു താല അവർക്ക് ബഹുമാനിച്ചു കൊടുക്കുന്ന ഒന്നാണ്. അത് അവരെ കൊണ്ടുണ്ടാകാം. അതേ സ്ഥാനത്ത് അവർ ഇത്തിബായി ചെയ്യാൻ പോണ്ട. മൂപ്പര് തുണി പൊക്കി മൂത്രയിച്ചു പറഞ്ഞു, അത് മൂപ്പര് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണ്ട. അവല് ചെയ്താണ് വെച്ചിട്ട് തുണി പൊക്കലും അവൃത്ത് കാണിക്കലും നമ്മളെ കൊള്ള അപേക്ഷിച്ച ഹറാമാണ്. അവരെ കൊള്ള അപേക്ഷിച്ചാൽ ഹറാമെന്നോ ഹലാലെന്നോ രണ്ടും പറയില്ല. കാരണം ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയിരിക്കുന്നു. അപ്പൊ ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയവർ മജ്നൂനായാലും ശരി മജ്ദൂബായാലും ശരി അവർ മുക്കല്ലഫീങ്ങളല്ല.
അവരോട് ഇസ്ലാമിന്റെ തക്ലീഫുകളൊന്നും ബന്ധപ്പെടൂല. മജ്ദൂബികളാവുമ്പോൾ അവർ ഔലിയാക്കന്മാരായതുകൊണ്ട് അവർക്ക് കറാമത്തുണ്ടാകാം. അപ്പൊ കറാമത്ത് നിലനിൽക്കെ തന്നെ അവർ നമുക്ക് ഇത്തിബായിന് തുടരപ്പെടാൻ പറ്റിയവർ അല്ല. ഇത്രേ അതിലുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ആ വിഷയത്തിൽ പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ 3 വിഭാഗത്തെ പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞ എന്താ? സായിലിൽ ഉലമാ, ഖാലിത്തിൽ ഹുക്കമാ, ജാലിസിൽ കുബറാ. 3 കൂട്ടരെ പറഞ്ഞു. ഉലമാ, ശരീഅത്തിന്റെ ഉലമാ, അവരോട് ചോദിക്കാൻ പറഞ്ഞു. ചോദ്യം അവരോട്. രണ്ടാമത് പറഞ്ഞു ഹുക്കമാ. ആ ഹുക്കമാണ് പറഞ്ഞ കൂട്ടർ അല്ലാഹു തആലാന്റെ മഹബത്തിൽ അവർ മുസ്തവരീക്കങ്ങളാണ്ട് മുങ്ങിയവരാണ്. അവരോട് മസല ചോദിച്ചാണെന്നും പറ്റൂല, സുവാലിന് പറ്റൂല, അവരെ ഇത്തിബായി ചെയ്യാനും പറ്റൂല. പിന്നെ എന്തിനു പറ്റും? അവരെടുത്ത് ഇങ്ങനെ ചെന്നിരുന്നാൽ അവർക്ക് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ആ റഹ്മത്തും ബറക്കത്തും നമുക്കും കിട്ടും. അപ്പോൾ വല്ലപ്പോഴും കണ്ടുവരിക, അവരായിട്ട് ഇടപഴകി ജീവിക്കുക. ഇതൊക്കെ നമുക്ക് ഖൈറും ബറക്കത്തും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖാലിത്ത് മുഹാലത്ത് ചെയ്തോ, ചോദിച്ചാൻ പോണ്ട, ഓരോട് ഫത്വ വഹിക്കാനൊന്നും പോണ്ട. മൂന്നാമതൊരു കൂട്ടരെ പറഞ്ഞു ജാലിസിൽ ഖുറാ, വലിയ കൂട്ടർ. വലിയ കൂട്ടർ പറഞ്ഞാൽ അവർക്ക് ലാഹിറുൽ ഇൽമുണ്ട്, ബാത്തിൽ അവർ അള്ളാഹുവായിട്ട് അടുത്തവരുമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കാനും പറ്റും, അവരെ അനുകരിക്കാനും പറ്റും. അവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് തുടരാൻ പറ്റിയത് അവർ ചെയ്യുള്ളൂ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുള്ളൂ. ആ മക്കാമിലുള്ള ആളാണ് മുറബിയ ശൈഖന്മാർ. മുറബിയ ശൈഖന്മാരൊന്നും മജൂബികളാകാൻ പറ്റൂല എന്നാണ് മൂന്നാമത് പറഞ്ഞ കൂട്ടരേ പറ്റുള്ളൂ. കാരണം അവരെ അനുസരിക്കാനും അനുകരിക്കാനും പറ്റണം. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അനുകരിക്കാനും അവർ പറയുന്ന വാക്കുകളെ അനുസരിക്കാനും പറ്റണം. ഒന്നാമത് പറഞ്ഞ ആലിമീങ്ങൾ പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, ശരീഅത്തിന് ഇൽമുണ്ട്, അവർക്ക് അത്ര തക്കവുണ്ടായില്ല നിൽക്കുക, എന്നാൽ അവരെ അനുസരിക്കാനേ പറ്റുള്ളൂ, അനുകരിക്കാൻ പറ്റൂല. കാരണം 10 വർഷത്തിൻ്റെ എതിരെ ഇയാൾ ചെയ്യുന്നുണ്ടാവും. പലിശൻ്റെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഹറാമാറണം, മൂപ്പര് പലിശൻ്റെ ഇടപാട് നടത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അയാൾ ചെയ്യുക പണിയല്ല നോക്കേണ്ടത്, അയാൾ പറഞ്ഞത് നോക്കേണ്ടത്. അതാണ് നമ്മളിപ്പോൾ എപ്പോഴും പറ്റില്ല. അങ്ങനെ മൂലയിൽ വയലൊക്കെ അങ്ങനെ പറഞ്ഞതിന് ചെയ്യണം എങ്ങനെയാണ്. അതുകൊണ്ട് മൂലയിൽ ചെയ്യുമ്പോൾ ഞാനും ചെയ്യുക, അത് ചൂടാ. മൂലയിൽ പറഞ്ഞതാ ദീനെ, ചെയ്തത് ദീനല്ല. ചെയ്ത് അയാളും തെറ്റാണ് ചെയ്ത്, അയാളും പറയില്ലേ ഞാനും ചെയ്തത് തെറ്റ് തന്നെ. പുള്ളറിയാൻ പാടില്ല. മൂലയരോട് ചോദിച്ചാൽ പുള്ളറിയാൻ പറ്റുമോ? പാടില്ല അറിയാം. എന്നാൽ പെട്ടെന്ന് മൂലയരും പറയും പുള്ള് എങ്ങനെ ഒരു ചായ കുടിച്ചോളി. ചായ വേണ്ട. എന്തേ? ഞാൻ അപ്പം കുടിച്ചിട്ടുള്ളൂ. അപ്പം കുടിച്ചിട്ടുണ്ടാവല്ലോ, നുണ പറയണേ. അപ്പം കുടിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പം കുടിച്ചിരിക്കുന്നു എന്ന് വെറുതെ നുണ അറിയും. എനിക്ക് ചായ വേണ്ട, ഇങ്ങനെ കുടിപ്പിച്ചാലും കുടിച്ചില്ല അറിഞ്ഞാൽ പോലെ. ഇതിനെ കുടിപ്പിച്ചാലും ശരി ഞാൻ കുടിച്ചൂല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിർത്താൻ കാട്ടുക. അപ്പം അവിടെ നമ്മളെന്ത് ചെയ്യും? ഒരു പുള്ളറി ഇപ്പം കുടിച്ചിട്ടുള്ളൂ, വേണ്ട അറിയും. ഇല്ല, അപ്പം മൂലയിൽ പുള്ളറിഞ്ഞല്ലോ, അതുകൊണ്ട് പുള്ളറിയാം എന്നല്ല നമ്മൾ വെക്കേണ്ടത്. മൂലയുടെ ഫത്വ ഉണ്ടല്ലോ, പുള്ളറിയാൻ പാടില്ല, അതാ കൂടുണ്ട്. അതാണ് ഉലമാവിനോട് ചോദിക്കുക, ഒരു മറുപടി സ്വീകരിക്കുക. അവർ ചെയ്തൊക്കെ അനുസരിക്കാനും അനുകരിക്കാനും നമ്മൾ പോണ്ട. അതാ 3 കൂട്ടരിൽ മൂന്നാമത്തെ കൂട്ടർ അനുസരിക്കാനും പറ്റും അനുകരിക്കാനും പറ്റും. മുഹദ്ദിസ് ശൈഖ് റഹ്മത്തുള്ളാഹി അവരെ അനുസരിക്കാനും അനുകരിക്കാനും പറ്റും. അങ്ങനത്തെവരാണ് മുറബിയായ തർബിയത്തിന് ശൈഖന്മാർ. ഇടക്കച്ച് മാറുക പറഞ്ഞാൽ എളുപ്പം കിട്ടാൻ വേണ്ടിയൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഒന്നിലും പിടുത്തല്ലാണ്ട് എളുപ്പം കിട്ടുന്നിടത്തൊക്കെ മദ്ഹബ് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇത് പാടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ആൾ ഫാസിക്കായിത്തീരുന്നാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറയുന്നത്. അതെ, അപ്പം അങ്ങനെ അത് എളുപ്പം നോക്കി മാറില്ല. ഒരാൾ കുടുങ്ങുമ്പോൾ പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് മനസ്സിലായല്ലോ. ഒരാളിപ്പോൾ എന്തായി ജുമാക്ക് പോവാണ്, ജുമാക്ക് പോയില്ലെങ്കിൽ ഇവിടുത്തെ ഹുക്കുമത്ത് ശിക്ഷിക്കും, അങ്ങനെ വെക്കുക. ജുമാക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഇമാമാണെങ്കിലോ നമ്മളെ മദ്ഹബിനോട് തീരെ യോജിക്കാത്ത ആളാണ്. യോജിക്കണതാണ് നമ്മളെ മദ്ഹബിനെ അയാൾ കണക്കെടുത്താൽ മതി. അത് ഇമാമികൾ വിരലായിട്ടാണ്. ഏത് ഇമാമികൾക്കും എല്ലാ മദ്ഹബിലും സുന്നത്താണ്. എല്ലാ മദ്ഹബുകാർക്കും തുടരാൻ പറ്റും വിധത്തിൽ അവർ കാര്യങ്ങൾ മുറായത്ത് ചെയ്യും, പരിഗണിക്കണം. ഇപ്പം ഹനഫിയ ഇമാമാണെങ്കിൽ അയാൾക്ക് ബിസ്മി നിർബന്ധമില്ലെങ്കിലും ബിസ്മിയിലൊരു സുന്നത്താണല്ലോ. അപ്പം അയാൾ ആ സുന്നത്തെടുത്താൽ അയാൾക്ക് സുന്നത്തുമായി നമുക്ക് തുടരാൻ പറ്റും ചെയ്ത്. അയാൾ സുന്നത്തല്ലുള്ള ബിസ്മി ഒഴിവാക്കി നമുക്ക് തുടരാൻ പറ്റില്ല. അപ്പം നമ്മക്കൊണ്ട് തുടരാൻ പറ്റും വിധത്തിൽ അയാൾ എല്ലാ സുന്നത്തും എടുക്കൽ അയാളെ ബാധ്യത. ഏതുപോലെ തന്നെ ഷാഫി ഇമാമാണ്, ഹനഫികൾ തുടരുന്നുണ്ട് അവിടെ. ഈ ഷാഫിക്ക് തല ലേശം തടഞ്ഞാൽ മതി, എന്നാലും അയാൾ ഒന്നും ശരിയാവെങ്കിലും തല മുഴുവൻ തടയാ. എന്നാൽ ഹനഫിക്കും നമ്മൾ തുടരാം. കാരണം ഹനഫിക്ക് ഒന്നും ചെയ്യുകയാണെങ്കിൽ തലയുടെ 4 ഭാഗം തടയാം, കുറച്ചറിഞ്ഞാൽ പോരാ, 4 ഭാഗമെങ്കിലും തടയണം. അപ്പം അയാൾക്കും തുടരാൻ പറ്റും വിധത്തിൽ നമ്മളും ഉണ്ടാക്കുക, അത് നമ്മളും ചെയ്യണം. അപ്പം ഇങ്ങനെയൊന്നും ചെയ്യണില്ല എന്ന് നമുക്ക് ഉറപ്പാവുകയും നമുക്ക് അവിടെ തുടരല്ലാണ്ട് മാർഗമില്ല. നമ്മൾ തുടർന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ പറ്റി തെറ്റിദ്ധാരണ വരും ജനങ്ങൾക്ക്. ഇപ്പം നിക്കിറ്റാൻ പോകാത്ത ആളാണ്, അല്ലെങ്കിൽ അവൻ ജുമാക്ക് പോകാത്ത ആളാണ്, അല്ലെങ്കിൽ അവനെ പറ്റി പിന്നെ ഹുക്കൂമത്ത് തന്നെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുക്കും എന്ന് കണ്ടാൽ തുടരേണ്ടി വരും. തുടർച്ച ശരിയായി കിട്ടാനുള്ള മാർഗം ഓനോട്ട് ചെയ്യണമില്ല. എന്നാൽ പിന്നെ അപ്പം എന്ത് ചെയ്യണം? മദ്ഹബ് മാറാം. അതൊരാവശ്യമായ ഘട്ടത്തിലുള്ള മാറ്റാണ്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതൊന്നുമല്ല, എല്ലാ മദ്ഹബിലും എളുപ്പം നോക്കുക.
എളുപ്പമുള്ള മദ്ഹബ് എടുത്തുകൊണ്ട് അപ്പം ആ മദ്ഹബ് എടുക്കുക, പിന്നെ മറ്റേ മദ്ഹബ് എളുപ്പം നോക്കിയിട്ട് അതും ആ മദ്ഹബ് എടുക്കുക. അങ്ങനെ ഇവന് സ്ഥിരം മദ്ഹബ് തന്നെയല്ല, ഇവന്റെ സ്ഥിരം പരിപാടി തന്നെ പല മദ്ഹബാ. എന്നാൽ പറ്റില്ല. അതെ, അതാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ ഈ ശരീരം അതേപോലെ അത് തന്നെയല്ല എന്ന് ഉറപ്പന്നല്ലേ, കാരണം അത് നശിച്ചില്ലേ. എന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അവകാശികളായി തീരുമാനിച്ചവരാണെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ ശരീരം എന്തായിട്ടാ? ജുർദും മുറുദുവാണെന്നാണ്. എല്ലാം ഒരേ പ്രായക്കാർ. അപ്പം മരിക്കുമ്പോൾ എത്ര പ്രായം ഉണ്ടായിരുന്നു? ആ പ്രായത്തിലല്ല, തന്തായിട്ടല്ല. ഓനെ ശരീരത്തിൽ രോമങ്ങളൊന്നും വരാത്ത അമ്രതീയങ്ങളായിട്ടും അതേപോലെ ചെറുപ്രായക്കാരായിട്ടും 16-17 വയസ്സ് പോലെ ആ തോന്നിക്കൊള്ളൂ. ആ രൂപത്തിലുള്ള ശരീരമായിട്ടാണ് അള്ളാഹു തആല വരെ മണക്കുക. അതേ സ്ഥാനത്ത് നരകത്തിന്റെ അതിലേരാണെങ്കിലോ അള്ളാഹു തആല എല്ലാം വലിപ്പം കൂട്ടും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, നരകത്തിന്റെ അതിലേറെ പല്ല്, ഓരോ പല്ല് ഉഹുദുമലിന്റെ അത്ര ഉണ്ടാവുന്നു. അപ്പോഴും ശരിയായ ഇതിലല്ല, വികൃതമായ രൂപത്തിലാണ് അവനെന്താക്കുക? മടക്കുക. സ്വർഗത്തിന്റെ അതിലേരാണെങ്കിലോ നല്ല സുന്ദരന്മാരായിട്ടാണ് എല്ലാവരും മടക്കുക. അപ്പോൾ ദുന്യാവിൽ ജീവിച്ചപ്പോൾ അംഗവൈകല്യം ഉണ്ടായിരുന്നു, എന്നാൽ സ്വർഗത്തിലാകുമ്പോൾ അംഗവൈകല്യം ഉണ്ടാവില്ല. ദുന്യാവിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ വലിയ തന്തക്കൊട്ടാടി വയസ്സനായിരുന്നു, എന്നാൽ സ്വർഗത്തിലാവുമ്പോൾ വയസ്സനാവില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരേ പ്രായക്കാരെ പോലെ. അപ്പോൾ ആദം നബിയും ആഖിറുസ്സമാനിലുണ്ടായ കുട്ടിയും രണ്ടാളും അവിടെ ഒരേപോലെയാവും. ഇനി മരിക്കുമ്പോൾ കുട്ടിയായാണെങ്കിൽ ആ കുട്ടിയും സ്വർഗത്തിന് അവകാശിയായി വരുമ്പോൾ അതും അപ്രകാരം തന്നെ. അല്ലേ? ആ തടിയുണ്ട് എന്നുള്ള വാദം. അല്ലാഹു തആലക്ക് തടിയുണ്ട് എന്ന വാദം കാരുടെ വാദമാണ്. സുന്നത്ത് ജമാഅത്തിന് അങ്ങനെ ഒരു വാദമില്ല എന്നല്ല. ആ വാദം അൽ മുജസ്സിമത്തു കുഫാറുൻ ബിലാ ഖിലാഫ് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഏതായാലും ബിദഅത്തുകാരാണ്. അപ്പോൾ ജിസ്മു വാദം ബിദഅത്ത് വാദമാണ്. ഇനി തൽക്കാലം അവിടെ നിർത്തല്ലേ? ആ ആ എനിക്ക് മനസ്സിലായില്ല. ആ ആ ആ ആ ആ അത് ഒന്നാണ് നിസ്കരിച്ചു ഒക്കെ രണ്ടും ചെയ്യാം, അത് കുഴപ്പമില്ല. അത് നമ്മളിപ്പോൾ ആ നിസ്കാരത്തിന് വേണ്ടി മാത്രമാണല്ലോ. നമ്മളൊക്കെ ആ തുടർച്ച സഹിയാകാൻ വേണ്ടി എല്ലാ വക്തനും നമ്മൾ ജമാഅത്തിന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളെ തുടർച്ച സഹിയാകാൻ വേണ്ടി അയാൾ നമ്മളെ പരിഗണിക്കും ചെയ്യാത്തത് കൊണ്ട് അയാളുടെ ഏതനുസരിച്ച് നമ്മൾ തഖ്ലീദ് ചെയ്ത് അതിന് യാതൊരു കുഴപ്പമില്ല. അത് എളുപ്പം നോക്കാൻ പെട്ടതല്ല.